അള്ളാഹു അവൻ്റെ ഭൂമിയിൽ മനുഷ്യനടക്കം വ്യത്യസ്തമായ ശൈലിയിലും രൂപത്തിലും ഭാവത്തിലുമൊക്കെയുള്ള നിരവധി ജീവികളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. പേരറിയപ്പെട്ടതും അറിയപ്പെടാത്തതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതും പെടാത്തതുമായ എത്രയോ ജീവനുകൾ അവൻ്റെ ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ ജീവികളുടെ കൂട്ടത്തിൽ ലോകം മുഴുവനും കീഴ്പ്പെടുത്തി എന്നവകാശപ്പെടുന്ന ഒരു വിഭാഗം മനുഷ്യരാണ്. പരസ്പരം ആദരിക്കാനും ആദരിക്കപ്പെടാനും യോഗ്യതയുള്ളവൻ മനുഷ്യനാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുള്ളതും മനുഷ്യൻ തന്നെയാണ്. മനുഷ്യേതര ജീവികൾക്ക് അല്ലാഹു നൽകിയിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ നിഅമത്ത് അല്ലാഹു മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിഅമത്താണ് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധി എല്ലാ ജീവികൾക്കുണ്ട്. ബുദ്ധിയില്ലാത്ത ജീവികൾ ലോകത്തില്ല. പക്ഷേ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് അത് അല്ലാഹു മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു കുട്ടിക്ക് തൻ്റെ ഉപ്പയെയും ഉമ്മയെയും അറിയുന്നത് പോലെ ഒരു പൂച്ചക്കുട്ടിക്ക് അതിൻ്റെ അമ്മയെ അറിയാം. ഒരു മനുഷ്യന് ആ കുട്ടിക്ക് തൻ്റെ ഉമ്മയെ അറിയുന്നത് പോലെ ഒരു പശുക്കിടാവിന് തൻ്റെ അമ്മയായ പശുവിനെ അറിയാം. ഒരു വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്ന പൂച്ചകൾക്ക് ആ വീട്ടിൻ്റെ പുറത്തു നിന്ന് വരുന്ന പൂച്ചകളെയും വേർതിരിച്ചറിയാം. അപ്പോഴാണ് ഈ ചിലപ്പോൾ പൂച്ച കടിപിടിയൊക്കെ കൂടുന്നത്. അതിർത്തിയിൽ എങ്ങനെ നടത്തുമ്പോഴാണ്. അപ്പുറത്തെ വീട്ടിലുള്ള പൂച്ച ഇപ്പുറത്ത് വരുമ്പോഴാണ് ഇപ്പുറത്തെ പൂച്ചക്ക് കുറച്ച് പ്രഷർ കൂടും. അപ്പം പരിധി വിട്ട് കിടക്കുമ്പോഴാണ് പൂച്ചകൾ തമ്മിൽ സ്റ്റണ്ടൊക്കെ ഉണ്ടാകുക. സ്വന്തം വീട്ടിൻ്റെ പറമ്പിൻ്റെ അതിർത്തിയിലേക്ക് തൊട്ടടുത്ത പറമ്പുകാരൻ കയറി വന്നാൽ നമുക്ക് പ്രഷറുകളും പോലെ തന്നെ സ്വന്തം അവകാശപ്പെട്ട വീട്ടിലേക്ക് അപ്പുറത്തെ വീട്ടിലുള്ള പൂച്ച പരിധി വിട്ടിങ്ങോട്ട് വന്നാൽ ഈ പൂച്ചക്കും പ്രഷറൊക്കെ ഉണ്ടാവും. അപ്പം ചില വേർതിരിവുകളുടെ ബുദ്ധിയൊക്കെ അല്ലാഹു തആല ആർക്കും കൊടുത്തിട്ടുണ്ട്. മനുഷ്യരല്ലാത്ത ജീവികൾക്കും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യന് അല്ലാഹു തആല നൽകിയത് വെറും ബുദ്ധിയല്ല, വിശേഷ ബുദ്ധിയാണ്. എന്താണ് വിശേഷ ബുദ്ധിയുടെ പ്രത്യേകത? വിശേഷ ബുദ്ധിയുള്ളവന് മാത്രമേ സത്യവും അസത്യവും വേർതിരിക്കാൻ കഴിയുള്ളൂ. വിശേഷ ബുദ്ധി കൊണ്ട് മാത്രമേ തെറ്റും ശരിയും വേർതിരിക്കാൻ കഴിയുകയുള്ളൂ. വിശേഷ ബുദ്ധി കൊണ്ട് മാത്രമേ ധർമ്മവും അധർമ്മവും വേർതിരിക്കാൻ കഴിയുകയുള്ളൂ. ഒരു പൂച്ചന്റെ മുന്നിൽ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന തൗഹീദിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. അതിന് തൗഹീദിന്റെ അറിവ് ആ ജീവിക്കില്ല. വിശ്വാസത്തിൻ്റെ തെറ്റും ശരിയും ആചാരങ്ങളുടെ തെറ്റും ശരിയും ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പ്രത്യേകതയും വ്യത്യാസങ്ങളും ഇത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ ഒരു വേർതിരിവിൻ്റെ ബുദ്ധി ഇതര ജീവികളിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് നൽകിയ വിഭാഗമാണ്
മനുഷ്യരായ നാം. എന്നാൽ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശേഷ ബുദ്ധി നമുക്ക് നൽകിയത്? ആ വിശേഷ ബുദ്ധി ആരുടെയെങ്കിലും അമ്മിക്കുട്ടിക്കടിയിൽ കൊണ്ടുപോയി പണയം വെച്ച് കൊടുക്കാനല്ല. വിശേഷ ബുദ്ധി അല്ലാഹു നമുക്ക് നൽകിയത് അത് ഉപയോഗിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. ചിന്തകൾ മരവിച്ച ഒരു സമൂഹത്തിന്റെ മുന്നിൽ, ചിന്തിക്കാൻ മറന്നുപോയ ഒരു വിഭാഗത്തിന്റെ മുന്നിൽ ചിന്താമണ്ഡലങ്ങളെ തട്ടിയുണർത്തിക്കൊണ്ട് ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ശ്രമിച്ച ലോകം ദർശിച്ച ഏറ്റവും വലിയ മൂല്യഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ കയ്യും കണക്കുമില്ലാതെ നിരവധി വിലപ്പെട്ട ആശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നുകൊണ്ട് അതിൻ്റെയൊക്കെ പിറകിൽ അള്ളാഹു അടിക്കടി നടത്തിയ ഒരു ചോദ്യം നമുക്ക് കാണാൻ കഴിയും ഖുർആനിൽ. അഫല തുബ്സിറൂൻ അഫല തഅലമൂൻ അഫല തഅഖിലൂൻ അഫല തദബ്ബറൂൻ അഫല തദക്കറൂൻ. നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? 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 അടിക്കടിയുള്ള ചോദ്യം ഖുർആനിന്റെ ചോദ്യമാണ്. മനുഷ്യൻ ചിന്തിക്കാൻ കഴിവുള്ളവനാകണം. ഈ മനുഷ്യന്റെ ചിന്താമണ്ഡലം തുറക്കുകയും പ്രസക്തമായ ഭാഗങ്ങളിലൂടെ ചിന്തിക്കാൻ ശ്രമിക്കുകയും ആ ചിന്തകളിലൂടെ നന്മയുടെ വഴിയെ തിരഞ്ഞെടുക്കാനും വേണ്ടിയാണ് അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത്. ഈ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തൻ്റെ വിശ്വാസത്തിൻ്റെയും താൻ വിശ്വസിക്കുന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെയും പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായി ചിന്തിക്കുമ്പോൾ അവൻ ഉൾക്കൊള്ളുന്ന 4 സത്യങ്ങളുണ്ട്. അതിൽ 2 സത്യങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, 2 സത്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, കാണാനിരിക്കുന്നേ ഉള്ളൂ. മനുഷ്യരായ നാം കണ്ണുകൊണ്ട്, മുസ്ലിമീങ്ങളായ നാം പ്രത്യേകിച്ച് കണ്ണുകൊണ്ട് കണ്ട 2 യാഥാർത്ഥ്യങ്ങളെയും കണ്ണുകൊണ്ട് കാണാത്ത 2 യാഥാർത്ഥ്യങ്ങളെയും അംഗീകരിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അതിൽ ഒന്നെന്താണ്? ഒന്ന് മനുഷ്യൻ തന്നെ. രണ്ടാമത്തത് താൻ ജീവിക്കുന്നതും വരാനിരിക്കുന്നതുമായ ലോകമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന മൺകൂടാകുന്ന ഭൗതിക ശരീരം, ഇതിൻ്റെ അകത്ത് അല്ലാഹു തആല അവൻ്റെ പരമാധികാരത്തിൽപ്പെട്ടിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നമ്മിൽ നിക്ഷേപിച്ചപ്പോഴാണ് നാം മനുഷ്യനായത്. ഈ ജീവൻ അങ്ങ് പോയാൽ നമ്മുടെ അഡ്രസ്സ് മാറി പിന്നെ മയ്യത്താണ്, ശവം എന്നാണ് പിന്നെ പറയുക. എന്താ ഇപ്പോൾ ഇവിടെ തകരാറ് പറ്റിയത്? നമ്മുടെ കണ്ണും കാതും കയ്യും കാലും ഒക്കെ മരണത്തിന് ശേഷവും അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെപ്പറ്റി പിന്നെ പറയുന്ന വാക്ക് മയ്യത്ത്. അല്പം മുമ്പ് ഉപ്പ, ഉമ്മ, അല്ലെങ്കിൽ അമ്മായി, ഇത്താത്താന്നൊക്കെ വിളിച്ച ശരീരം, ജീവൻ അങ്ങ് പോയപ്പോ പിന്നെ പരാമർശം മയ്യത്ത് എന്നായി. മയ്യത്ത് എടുക്കാനായോ? മയ്യത്ത് കുളിപ്പിച്ചോ? മയ്യത്ത് എപ്പോഴാണ് ഖബറടക്കുന്നത്? ശരീരത്തിൽ അള്ളാഹു നമ്മിലേക്ക് അള്ളാഹു ഇട്ടു തന്ന ആത്മാവ് ശരീരത്തിൽ നിന്ന് പടച്ചോൻ അങ്ങ് ഊരിയെടുത്തപ്പോ മനുഷ്യൻ എന്ന് പറയുന്ന പദത്തിൽ നിന്ന് മാറി മയ്യത്ത് എന്ന് പറയുന്ന ഒരു പരാമർശത്തിലേക്ക് നാം നീങ്ങുകയാണ്. അള്ളാഹു ആ ദിവസം, ആ ഘട്ടം ഏറ്റവും നല്ല ദിവസത്തിൻ്റെയും
ഏറ്റവും നല്ല സമയത്തിൻ്റെയും സാന്നിധ്യം അനുഗ്രഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ഈ മനുഷ്യൻ്റെ ശരീരം നമ്മളെല്ലാവരും കണ്ടതാണ്. എൻ്റെ ശരീരം നിങ്ങൾ കണ്ടു, നിങ്ങളുടെ ശരീരം ഞാൻ കണ്ടു, എൻ്റെത് തന്നെ ഞാൻ കണ്ടു. കാണാത്ത ആൾക്ക് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ നേരെ കാണുകയും ചെയ്യാം. പക്ഷേ ഈ ശരീരത്തിലുള്ള ആത്മാവിനെ ലോകത്ത് ഇന്ന് വരെ നമുക്ക് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. കാണാത്തതൊക്കെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. പഞ്ചസാരക്ക് മധുരമുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. മധുരം നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഉപ്പിന്റെ രസം ഉപ്പ് രസമാണെന്ന് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ആ ഉപ്പ് രസം നമ്മൾ ആരും കണ്ടിട്ടില്ല. പുളിക്ക് പുളിയുടെ രസമാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ നാം കണ്ടിട്ടില്ല. ചൂടുണ്ട് തണുപ്പുണ്ട് എന്ന് നാം സമ്മതിക്കുന്നു. പക്ഷേ ചൂടും തണുപ്പും ആര് കണ്ടിട്ടില്ല? നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം കണ്ടതേ അംഗീകരിക്കാൻ പറ്റൂ എന്ന വാദം ബുദ്ധിലോകത്തിൽ അംഗീകരിക്കാൻ പറ്റിയതല്ല. കാണാത്തത് ചില അനുഭവത്തിലൂടെയും ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ അനുഭവജ്ഞാനമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ. ജീവൻ എന്ന് പറയുന്നൊരു സത്യം ഉണ്ട്. കാരണം ഈ ബൾഗൂടാകുന്ന ശരീരം ഒരു ഘട്ടത്തിൽ ചലനാത്മകമായി മറ്റൊരു ഘട്ടത്തിൽ ചലനമറ്റുപോകുന്നു. ചലനാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ ശരീരത്തെ നിലനിർത്താൻ ഉപയുക്തമായ രീതിയിൽ അള്ളാഹു നമ്മിൽ ഹൽക്ക് ചെയ്ത വസ്തുവാണ് റൂഹ്, ആത്മാവ് എന്നൊക്കെ പറയുന്നത്. ഈ ആത്മാവിനെ നാം കണ്ടിട്ടില്ല. പക്ഷേ ആത്മാവ് നിലനിൽക്കുന്ന കൂടിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ രണ്ട് ലോകത്ത് അംഗീകരിക്കുന്നവരാണ്. അതൊന്ന് ദുനിയാവാണ്, ഒന്ന് ആഖിറാണ്. മുഅ്മിനീങ്ങളായ ആളുകളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വിശ്വാസികൾ നിരന്തരമായി നടത്തുന്നതും നടത്തേണ്ടതുമായൊരു പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചതാണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചോനെ, ഞങ്ങൾക്ക് ദുനിയാവിലും നീ ഹസനത്ത് നൽകണം, ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഗുണം നൽകണം പടച്ചോനെ. ദുനിയാവിലും നമ്മൾ വിശ്വസിക്കുന്നു, ആഖിറത്തിലും വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ദുന്യാവും ആഖിറവും എനിക്ക് ഗുണം നൽകണം. ഇതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന പ്രാർത്ഥന. എന്നാൽ നാം ദുനിയാവ് ആഖിറം എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ദുനിയാവ് നാം കണ്ടിട്ടുണ്ട്, ആഖിറം നാം കണ്ടിട്ടില്ല. ശ്രദ്ധിക്കണം. ദുനിയാവ് നാം കണ്ടിട്ടുണ്ട്, പക്ഷേ ആഖിറം നാം കണ്ടിട്ടില്ല. ദുനിയാവ് നമ്മുടെ കണ്ണുകൊണ്ടുണ്ട് ഈ സാധനം തന്നെയാണ്. പക്ഷെ ആഖിറം എന്ന് പറയുന്ന ഒരു ലോകം നമ്മൾ എന്തായിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ മനുഷ്യൻ കണ്ടുകൊണ്ട് കണ്ടിരിക്കുന്ന രണ്ട് യാഥാർത്ഥ്യം അംഗീകരിക്കുകയും കണ്ടുകൊണ്ട് കാണാത്ത രണ്ട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്നവരും ആണ്. എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാർ, വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട രണ്ട് വസ്തുവിന്റെ ഗതി എന്താണ്? ശരീരം കണ്ണുകൊണ്ട് കണ്ടു, ദുനിയാവും കണ്ണുകൊണ്ട് കണ്ടു. ഈ കണ്ട രണ്ട് വസ്തുവിന്റെ അവസ്ഥ എന്താണ്? രണ്ടും നിലനിൽപ്പില്ലാത്ത വസ്തുവാണ്. ഇല്ലേ? ലോകത്ത് കുറേ മനുഷ്യന്മാർ കഴിഞ്ഞുപോയി. എവിടെ അവരുടെ ശരീരം? കാണാനില്ല. ഒരുപാട് മനുഷ്യന്മാർ ലോകത്ത് കഴിഞ്ഞുപോയി. ആ കഴിഞ്ഞുപോയ മനുഷ്യന്മാരുടെ ശരീരം നാം ഇന്ന് കാണാനില്ല. എവിടെയെന്ന് ചോദിച്ചാൽ അത് 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞ് 6 കാലുള്ള മയ്യത്ത് കട്ടിലിന്റെ അകത്തേക്ക് താഴ്ത്തി വെച്ചിരിക്കുന്നു. മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ചിരിക്കുന്നു. ഖബറിൽ വെച്ച മനുഷ്യനോ
ഒരു കൊല്ലം കഴിഞ്ഞ് മാന്തി നോക്കുമ്പോൾ ആ ശരീരം കാണാനില്ല. മഹാന്മാര് പഠിപ്പിച്ചില്ലേ, ഇദാ മാത ഇൻസാനുൽ ഫഖംസുൻ ലിഖംസതി വലഹ്മുൻ ലിദീദാനിൽ വഅദ്മുൻ ലിതുർബതി. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ 5 വസ്തുക്കൾ 5 ഘടകങ്ങളിലേക്ക് ലയിക്കുകയാണ്. അതിൽ നീ വിലപ്പെട്ടതായി കണ്ട നിന്റെ ശരീരമുണ്ട്. ഈ ശരീരത്തിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? എല്ലും മാംസവും കൂടിയ ഈ ശരീരം അത് 3 കഷ്ടം തുണിയിൽ ചുറ്റിപ്പൊതിഞ്ഞിട്ട് 6 കാലുള്ള മയ്യത്ത് കട്ടിലിൽ കയറ്റി ആരാരും സഹായിക്കാനില്ലാത്ത പള്ളിക്കാട്ടിൽ കുടിച്ചു വെച്ച ഖബറിൽ കൊണ്ടുപോയി ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് ആ പരിശുദ്ധമായ മന്ത്രധ്വനി മുഴക്കിയിട്ട് ഈ ഖബറാകുന്ന കൂരിരുട്ടിന്റെ അറയിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ചാൽ വലഹ്മുൽ ലിദീദാനിൽ വഅദ്മുൽ ലിതുർബതി. മോനെ, നീ നല്ല കൊഴുപ്പുള്ള ഭക്ഷണം കൊടുത്ത് തടിപ്പിച്ച് കൊഴുപ്പിച്ച് വെച്ച നിന്റെ ശരീരമില്ലേ, അതിലൂടെ ഒരു തരം കറുത്ത തലയുള്ള പുഴുക്കൾ ഇങ്ങനെ ചാലിട്ട് നടന്ന് നിന്റെ മാംസങ്ങൾ മുഴുവനും അരിച്ച് ഭക്ഷിച്ചു തീർത്തുപോയി. അവശേഷിക്കുന്ന എല്ലുകൾ അത് മണ്ണിൽ ദ്രവിച്ചു പോയി. നാം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട ശരീരത്തിന്റെ അന്തിമഘട്ടം അതാണ്. നേരത്തെ വന്യരായ ഉസ്താദ് ഒരു നീണ്ട ലിസ്റ്റ് ഇവിടെ വായിച്ചല്ലോ. എത്രയെത്ര വലിയ പ്രഗത്ഭന്മാരല്ലേ സേവന രംഗത്ത്, പ്രവർത്തന രംഗത്ത്, സഹായ രംഗത്ത് പ്രചോദനം നൽകിക്കൊണ്ട് നല്ല തുടിച്ച താരങ്ങളായി നിലനിന്ന പലരും ഇന്ന് എവിടെയെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി നാം ഇന്ന് ദുആ ചെയ്യുന്നു. റബ്ബേ, അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ നമ്മളും പോയി കിടക്കേണ്ടത് ആ സ്ഥലം തന്നെയാണ്. ഈ കാണുന്ന മൺകൂടാകുന്ന ശരീരം നിലനിൽപ്പുള്ളതല്ല. ആ മൺകൂടാകുന്ന ശരീരത്തിൽ നിന്ന് ആത്മാവാകുന്ന തത്തക്കുട്ടിയെ റബ്ബങ്ങ് തിരിച്ചു വിളിച്ചാൽ പക്ഷി നഷ്ടപ്പെട്ട കൂടി ദ്രവിക്കുന്നത് പോലെ ആത്മാവ് നശിച്ച ശരീരം മണ്ണിൽ ദ്രവിക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ കൽപ്പുള്ളവർ ലോകത്ത് വളരെ കുറവ് തന്നെ. ചില ശരീരങ്ങളൊക്കെ ലോകത്ത് നിലനിൽക്കും. ന്റെ ശരീരം അത് അല്ലാഹു തആല മണ്ണിനെ ഹറാമാക്കിയിരിക്കുന്നു. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മണ്ണിൽ വെച്ചാൽ മണ്ണിൽ അത് ലയിക്കും. അതാണ് പ്രകൃതി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ണിൽ നിന്നുണ്ടാക്കിയ എല്ലാ വസ്തുവും മണ്ണോട് ലയിക്കൂല. മണ്ണിൽ നിന്നുണ്ടാക്കുന്ന ഒരു വസ്തുവാണല്ലോ ഇഷ്ടിക. ചൂടാക്കി പഠിപ്പിച്ചുണ്ടാക്കി ഇഷ്ടിക നിങ്ങൾ എത്ര വർഷം മണ്ണിൽ വെച്ചാലും മൂപ്പര കിടന്നിടത്തോണ്ടിട്ട് കിടക്കും, അനങ്ങൂല. എത്ര മഴ പെയ്താലും പ്രശ്നമല്ല, എത്ര ചൂട് കൊണ്ടാലും പ്രശ്നമല്ല, അതുപോലെ കിടക്കും. മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയ വസ്തു തന്നെയാണ് ഓട്. ഓടിൻ്റെ കഷ്ടം എത്ര കാലം നിങ്ങൾ മണ്ണിലിട്ട് വെച്ചാലും എത്ര വെള്ളം കൊണ്ടാലും വെയിൽ കൊണ്ടാലും മൂപ്പര നല്ല ഘടാഘടിയനായിട്ട് അവിടെ നിൽക്കും. എന്താ കാരണം എന്നറിയോ? സംഭവം അത് മണ്ണാണെങ്കിലും അത് നന്നായി ഊതി ചൂടാക്കി പഠിപ്പിച്ചിട്ട് സ്ഫുടം ചെയ്ത ഒരു വസ്തുവാണ്. ആ സ്ഫുടം ചെയ്ത വസ്തുവിനെ അത് നിർമ്മിക്കപ്പെട്ടതിലേക്ക് തന്നെ തിരിച്ചു കൊടുത്താലും അതിലെന്താകൂല, ലയിക്കൂല. എന്നാൽ മഹാരഥന്മാരായ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണ്. ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ശരീരം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ശരീരത്തെ ആത്മീയമായ മൂല്യങ്ങൾക്ക് വില നൽകിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഊത്താലയിൽ വെച്ചൂതി ചൂടാക്കി മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ ഫിൽട്ടർ ഉപയോഗിച്ചുകൊണ്ട്
ആ ശരീരത്തെ ശരിക്കങ്ങ് സ്ഫുടം ചെയ്തപ്പോ ആ ശരീരം പിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും ആ മണ്ണിന് തിരിച്ചേറ്റെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാഇന്റെ ശരീരം അത് മണ്ണിന് ഭക്ഷിക്കൽ അല്ലാഹു നിഷിദ്ധമാക്കി. ആ അംബിയാഇന്റെ വാരിസ്യങ്ങളാണ് ഔലിയാക്കൾ. കണ്ടില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ അടുത്ത കാലത്ത് തന്നെ പത്രങ്ങളിലൊക്കെ കണ്ടില്ലേ 100 കൊല്ലം മുമ്പൊക്കെ മരിച്ച ചില ആളുകളുടെ ഖബറൊക്കെ മാന്തിയപ്പോ അതുപോലെ തന്നെ കിടന്ന വാർത്തകളൊക്കെ പത്രത്തിൽ വന്ന് നിങ്ങൾ ഓർക്കും. വിനീതനായ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്, കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയടുത്ത് ഉളിയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഏകദേശം 9 നൂറ്റാണ്ട് കാലം ഇസ്ലാമിക ചരിത്രം മുടങ്ങിക്കിടക്കുന്ന സ്ഥലം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഖുതുബിയ്യത്തിന്റെ മുഖദ്ദിമ രചിച്ച മഹാനായ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, പൊന്നാനിക്കാരനാണ്. മഹാനവറുകളുടെ ഖബ്റു ശരീഫ് ആ സ്ഥലത്താണ്, പ്രദേശത്താണ്. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ മഹാനവറുകൾ നിരവധി പ്രാവശ്യം സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന മഹാനായ സീദുൽ കബീർ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ തന്റെ ഖാദിമടക്കമുള്ള 3 പേരുടെ മഖ്ബറ ഒരു കെട്ടിന്റെ ഉള്ളിലായിരുന്നു. നിരവധി മഹാരഥന്മാരായ ഉലമാഇനെ വാർത്തുവിടാൻ ഭാഗ്യം ലഭിച്ച മണ്ണ്, ഒരു വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. പക്ഷേ പിൽക്കാലത്ത് ഏകദേശം ഒരു 10-90 വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രദേശം മുഴുവനും ബിദഈവൽക്കരിക്കപ്പെടുകയും മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ നൂതനാശയങ്ങളുടെ കരങ്ങളിൽ ആ പ്രദേശം പരിപൂർണമായി അമർന്നു വെന്തിരിയുകയും 4 മഹാന്മാരുടെ മക്ബറകൾ ഉണ്ടായത് 4ഉം തകർക്കുകയും ചെയ്ത നാടാണ്. അവിടെ 800 ചില്ലാനും വർഷം പഴക്കമുള്ള ഒരു പള്ളിയുണ്ട്, കാട്ടിലെ പള്ളി എന്നാണ് ആ പള്ളിയുടെ പേര് തന്നെ. ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ആധിപത്യത്തിലേക്ക് ആ പള്ളിയുടെ ഭരണം പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 3 മഹാന്മാരുടെ മക്ബറ ഒരു കെട്ടിലാണ്. അതിൻ്റെ മേൽക്കൂരിയൊക്കെ തട്ടി തകർത്ത് അതിൻ്റെ ചുമരൊക്കെ തകർത്തു. അങ്ങനെ അവസാനം അതിൻ്റെ മീസാൻ പോലും അവർ പറിച്ചെറിഞ്ഞുകൊള്ളു. അങ്ങനെ അതിൻ്റെ മേലെ കൂടി ഒരു കുയ്യാട്ട് ഗടങ്ങ് കയറിയിട്ട് ഒരു ഹൗലുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ അതിനുള്ള കുടി കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമുസ്ലിമായൊരു സുഹൃത്താണ് ആ പണിയെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിക്കാസ് ഒരു പലകയിൽ ചെന്ന് തട്ടി. അങ്ങനെ അവിടെ കുഴിയെടുത്തപ്പോൾ ആ പലക പെട്ടെന്ന് നിങ്ങൾ പൊക്കിയപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ആ അമുസ്ലിമായ സുഹൃത്തിന് കാണാൻ കഴിയുന്നത് കഫംപുടയിൽ മണ്ണ് പോലും പുലരാതെ വെച്ചതുപോലെ തന്നെ കിടക്കുന്ന ഒരു ശരീരം. മഹാനായ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ ഖബ്റു ശരീഫായിരുന്നു അത്. അതിൻ്റെ അകത്തുനിന്ന് വല്ലാത്തൊരു പുകയും ശക്തമായൊരു സുഗന്ധവും പുറത്തു വന്നു. ഈ അമുസ്ലിമായ സുഹൃത്ത് ബേജാറായിട്ട് പിക്കാസുട്ട് ഓടി. അവസാനം അവിടെയുള്ള പുത്തനാശിയക്കാർ ആ മനുഷ്യനോട് ഈ സീക്രട്ട് പുറത്തു വിടാതെ സൂക്ഷിക്കാൻ വേണ്ടി കുറച്ചു കാലം ശ്രമിച്ചെങ്കിലും ആ മനുഷ്യൻ തന്റെ ഭീതി കൊണ്ട് സത്യം തുറന്നു പറയേണ്ടി വന്നു. അൽഹംദുലില്ലാ, മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ നാവിൻ്റെ വീണ് പുറത്തു വന്നൊരു വാക്കിന്റെ കറാമത്ത് 19 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കൊച്ചു സ്ഥാപനം നമുക്ക് തുടങ്ങാൻ സാധിച്ചു. ഇന്ന് അൽഹംദുലില്ലാ 26-ലധികം സ്ഥാപനങ്ങൾ അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പള്ളി ദർസ്, അനാഥഗതി മന്ദിരം, കേരളത്തിൽ ഇന്ന് നടക്കുന്ന വുമൻസ് കോളേജുകളുടെ കൂട്ടത്തിൽ ആശയ പഠനത്തിലും ആത്മീയ വളർച്ചയിലും തികഞ്ഞ മാതൃക സൃഷ്ടിക്കാൻ പറ്റിയ രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വുമൻസ് കോളേജ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ദരിദ്ര പ്രദേശങ്ങളിൽ ഇസ്ലാമിക വിരുദ്ധ മിഷണറികളുടെ കരങ്ങളിൽ അമർന്നു ഞെരിഞ്ഞു ജീവിക്കാൻ വിധിക്കപ്പെട്ടു പോയ കൊച്ചു കൊച്ചു പ്രദേശങ്ങൾ, അവർക്ക് ആവശ്യമായ പള്ളികൾ, മദ്രസകൾ തുടങ്ങി 26-ലധികം സ്ഥാപനങ്ങൾ ഇപ്പോൾ അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്രാഹിം കുട്ടി തങ്ങളുടെ ഖബർ, അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ പലക എടുത്തപ്പോൾ മഹാനവറുകളുടെ ശരീരം അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു അവിടെ.
എത്രയോ ഏകദേശം 100 കൊല്ലത്തിന് മുമ്പാണ് മഹാരഥകൾ അവിടെ വന്നതും അവിടെ അന്ത്യവിശ്രമം കൊണ്ടതും. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, സ്ഫുടം ചെയ്ത ശരീരം അത് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും മണ്ണിൽ ലയിക്കൂല. എങ്ങനെയാണ് സ്ഫുടം ചെയ്യേണ്ടത് എന്നതാണ് മറ്റൊരു വിഷയം. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പൊ ഞാൻ ഏതായാലും പറഞ്ഞു വരുന്നത്, സാധാരണഗതിയിൽ മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥ മണ്ണിൽ വെക്കുന്നു, പുഴുക്കൾ അരിക്കുന്നു, ദ്രവിക്കുന്നു, തീരുന്നു അല്ലേ? ഇതിനു വേണ്ടിയിട്ടാ നമ്മൾ ഈ കഠിനാധ്വാനം. എന്നാൽ ഈ കാണുന്ന ദുനിയാവോ, ഇത് ലോകത്തൊരാൾക്കും ശാശ്വതമല്ല. ആണോ? അല്ല. നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊരു വലിയ തെങ്ങുണ്ട്. ആരാ കുഴിച്ചിട്ടാള്? നമ്മുടെ വല്യപ്പ. മൂപ്പരെവിടെ? ഖബറില്. തേങ്ങ തിന്നുന്നത് ആരാ? നമ്മള്. അദ്ദേഹത്തിന് ഈ ദുനിയാവ് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞോ? ആ കാപ്പി ബാക്കിൽ നിന്ന് കൊടുക്കലാ നല്ലത്. ഏറ്റവും ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്താൽ എന്നാൽ കുറച്ച് നേരം നിങ്ങൾ ശല്യമുണ്ടാവില്ലല്ലോ. ഇരിക്കട്ടെ. മുന്നുണ്ടാകുമ്പോൾ കുറേ നേരങ്ങൾ നോക്കിക്കേണ്ടി വരുമല്ലോ. ബാക്കിൽ നിന്നാകുമ്പോൾ വരുന്ന തിരിയില്ലല്ലോ. ദുനിയാവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ശാശ്വതമല്ല. നേരത്തെ കഴിഞ്ഞവരൊക്കെ ദുനിയാവിനോട് സലാം പറഞ്ഞു പോയി. നമ്മളും ദുനിയാവിനോട് സലാം പറഞ്ഞു പോയി. ദുനിയാവോ അതും സലാം പറഞ്ഞു പിരിയും അല്ലേ? ആധുനിക ശാസ്ത്രത്തിൽ ഏത് മതങ്ങളാണ് ഇതിൽ എതിർക്കൊന്നുമില്ല. ഹിന്ദു മതത്തിൽ കലിയുഗം എന്ന് പറയുന്ന ഒരു യുഗം തന്നെ വരാനുണ്ടെന്ന്. പ്രശ്നത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടൊരു കാലം. ആ കലിയുഗം ലോകാവസാനത്തിന്റെ ലക്ഷണമായിട്ടാണ് ആര് പഠിപ്പിക്കുന്നത്? ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട നിരവധി അലാമത്തുകൾ പുലരുന്നു. പലതും ഇനി പുലരാൻ ഇരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ 1 മുതൽ 10 ദിവസം അള്ളാഹു തൗഫീഖ് ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷയും ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളും എന്ന വിഷയത്തെ പറ്റി ഒരു 10 ദിവസത്തെ മദ്ഹുർ റസൂൽ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കുകയാണ്. നെറ്റ് സൗകര്യമുള്ള ആളുകളൊക്കെ ആ ദിവസങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തൗഫീഖിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകം അവസാനിക്കുമെന്ന വിഷയത്തിൽ ഒരാളും തർക്കമില്ല. ആധുനിക ശാസ്ത്രം സമ്മതിച്ചു, മാക്സിമം പോയാൽ ലോകത്തിന്റെ നിലനിൽപ്പ് ഇനി ഒരു 100 കൊല്ലത്തേക്ക് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ള. അതിന് അവർ അവസാനമായി കണ്ടെത്തിയിരിക്കുന്ന കാരണം എന്താന്ന് പറഞ്ഞാൽ, സൂര്യൻ അതിൻ്റെ ചലനത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. സൂര്യൻ ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂട് ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സൂര്യൻ അതിൻ്റെ ചൂടിന് ശക്തി കൂടുകയും ആ അഗ്നിഗോളം അടുത്തൊരു ഭാവിയിൽ പൊട്ടിത്തെറിക്കാൻ അടുക്കുകയുമാണ് എന്നാണ്. സൂര്യൻ പൊട്ടിത്തെറിച്ചാൽ പിന്നെ ലോകത്തിന്റെ അവസ്ഥ നമ്മൾ പറയണ്ടില്ലല്ലോ. ഇല്ല. ആധുനിക ശാസ്ത്രം ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പുതിയ ഗവേഷണത്തിനും പഠനത്തിനും വേണ്ടി തയ്യാറായിരിക്കുകയാണ്. എന്താ വിഷയം? വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ. കാലാവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങൾ. പണ്ടൊക്കെ നമ്മൾ മഴക്കാലം എന്ന് പറയുന്ന കാലോ ഇപ്പം ചൂടുകാല. പണ്ടൊക്കെ നമ്മൾ ചൂടുകാലം എന്ന് കണക്കൂട്ടിയ മാസോ ഇപ്പം മഴക്കാല. എന്തുകൊണ്ട് ഈ ചേഞ്ചിങ് സംഭവിക്കുന്നു? അതിൻ്റെ പഠനമാണ് ഇപ്പോൾ ആര് നടത്തുന്നത്? അത് ഏറ്റവും ചുരുങ്ങിയ 2 കൊല്ലെങ്കിലും പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പഠിച്ച് തീരുമ്പോഴത്തേക്ക് അള്ളാഹു തആല അതിൻ്റെ അപ്പുറം വേറൊന്ന് പഠിക്കാനുള്ള സമയം കൂടി ഉണ്ടാക്കുന്നു മാത്രം. ഈ ഭൂമി നശിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നശ്വരമാണ് ഈ ഭൂമി. അനശ്വരമായ ഒരു ജീവിതത്തിലേക്കാണ് നമ്മുടെ പോക്ക്. എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു വസ്തു, അതാണ് ആത്മാവ്. ആത്മാവ് എന്ന് പറയുന്ന വസ്തുവിന്റെ നിജസ്ഥിതി എന്താണ്? അതിന് നാശം എന്ന് പറയുന്നതൊന്നും സംഭവിക്കാൻ ഇല്ല. ഫുൾ ടൈം നിലനിൽക്കുന്ന ഒരു വസ്തുവാണേത്?
ആത്മാവ്. ഇനി നമ്മൾ വിശ്വസിക്കുന്ന രണ്ടാമത്തൊരു ലോകം, ആ ലോകമാണ് ആഖിറം, അല്ലേ? ആഖിറോ അതിനൊരു ഒടുക്കവുമില്ല. അത് എന്നും നിലനിൽക്കുന്ന ഒരു ലോകം. കണ്ണുകൊണ്ട് കാണാത്ത ആത്മാവും ആഖിറവും നിലനിൽപ്പുള്ളതും, കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന ശരീരവും ദുനിയാവും നിലനിൽപ്പില്ലാത്തതുമാണ് എന്ന് അനുഭവ സാക്ഷ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരോട്, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളായ സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തിനാണ് റബ്ബ് നമുക്ക് ബുദ്ധി തന്നത്? ചിന്തിക്കാനല്ലേ. ചിന്തിക്കാൻ വേണ്ടി തന്ന ബുദ്ധി മരവിച്ചു പോകാൻ പാടില്ല. ആരുടെയെങ്കിലും മുന്നിൽ പണയം വെക്കാനും പറ്റില്ല. ആ ബുദ്ധി കൊണ്ടൊന്ന് തൽക്കാലം ഒന്ന് ഉയർന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. ഒരു വേള ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ നശിക്കുന്ന വസ്തുവിന് വേണ്ടിയാണോ ജീവിക്കേണ്ടത്, അല്ല നശിക്കാത്ത വസ്തുവിന് വേണ്ടിയാണോ ജീവിക്കേണ്ടത്? നശിക്കുന്ന വസ്തുവിന് വേണ്ടി ജീവിച്ചിട്ട് എന്താണ് കാര്യം? ദുനിയാവ് നശിക്കുന്ന ലോകമാണ്. ആ നശിക്കുന്ന ദുനിയാവ് കുറെ ഉണ്ടാക്കിയിട്ടിട്ട് ഒരു കാര്യമില്ല, അത് നഷ്ടപ്പെട്ടു പോകും. നശിക്കുന്നത് വസ്തുവാണ് ശരീരം. ഈ നശിക്കുന്ന ശരീരത്തിന് വേണ്ടി കുറെ അധ്വാനിച്ചിട്ട് എന്താണ് കാര്യം? അതിന് നിലനിൽപ്പില്ല. ഏത് സമയത്ത് എപ്പോഴാണ് ഇത് തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. വമാ തദ്രീ നഫ്സുൽ മാദാ തക്സിബു ഗദൽ വമാ തദ്രീ നഫ്സുൽ ബിഅയ്യി അർളിൻ തമൂത്. എവിടെയാണ് മോനെ നിന്റെ അന്ത്യം പ്രവചിക്കാൻ കഴിയില്ല. എവിടെയാണ് നിന്റെ അവസാനമെന്ന് പറയാൻ കഴിയില്ല. എങ്ങനെയാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അധിപനായ റബ്ബേ, നിന്റെ ഹബീബിനെ മുൻനിർത്തി ഞങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങളുടെ അന്ത്യം നീ ഒരിക്കലും നഷ്ടത്തിലാക്കരുതേ തമ്പുരാനേ, കഷ്ടത്തിലാക്കരുതേ റഹ്മാനേ. വളരെ ഗൗരവത്തോടൊന്ന് ഉയർന്ന് ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാര്. മനസ്സൊന്ന് അല്ലാഹുവിലേക്ക് തിരിച്ചു വെക്കുക. നമ്മുടെ കൽബൊന്ന് ഹബീബായ തങ്ങളിലേക്ക് തിരിച്ചു വെക്കുക. എന്നിട്ട് വേദനയോടെ ഗൗരവത്തോടെ ഒന്നാലോചിക്കുക. നശിക്കുന്ന ഈ ശരീരത്തിന് വേണ്ടി ജീവിച്ചിട്ട് എന്താണ് കാര്യം? നശിക്കുന്ന ഈ ദുനിയാവിന് വേണ്ടി ജീവിച്ചിട്ട് എന്താണ് കാര്യം? ബുദ്ധിയുള്ളൊരു മനുഷ്യന് നഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ അവന്റെ ബുദ്ധി സമ്മതിക്കില്ലല്ലോ. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യരായ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ജീവിതം മുഴുവനും ഇന്ന് നശിക്കുന്ന ശരീരത്തിനു വേണ്ടിയായി, നമ്മുടെ ജീവിതം മുഴുവനും ഇന്ന് നശിക്കുന്ന ദുനിയാവിന് വേണ്ടിയായി. നമ്മുടെ പള്ള, ഭക്ഷണം, വീട്, സുഖം, സൗകര്യം, ഇതല്ലാതെ ജീവിതത്തിൽ നമുക്കെന്താണ് താല്പര്യമുള്ളത്? ഞാൻ ചോദിക്കട്ടെ മോനെ, നീ നല്ല മാണിക്യ കൊട്ടാരം പോലത്തൊരു വീട് എനിക്കും നിങ്ങൾക്കും ഉണ്ടല്ലോ. ചിലവഴിച്ചത് എത്രയാ? പക്ഷേ എന്റെയും നിങ്ങളുടെ അവസ്ഥ എന്താണെന്നല്ലേ? അതാ ഏതോ ഒരു ദിവസത്തിൽ ഒരാറുകാലുള്ള വണ്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. പണ്ടൊരു കവി പാടിയതുപോലെ, 5 കൊഞ്ച് 4 കാൽ, കൊഞ്ചം വീട്ടാൽ 2 കാൽ, ആടിയാടി 3 കാൽ, ആട്ടം വിട്ടാൽ 6 കാൽ. കമിഴ്ന്നു കിടന്ന് കയ്യിലും കാലിലും നിരങ്ങിക്കളിച്ച 4ന്റെ അവകാശി പതുക്കെ 2 കാലിൽ എഴുന്നേറ്റ് നടന്നു. വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ 3ാമത്തെ കാലായൊരു വടിയും കയ്യിലേക്ക് വന്നു. അവസാന ഘട്ടത്തിൽ അതാ പെട്രോളിന് ആവശ്യമില്ലാത്ത, ഡീസലിന് ആവശ്യമില്ലാത്ത, ഡ്രൈവർമാരുടെ ആവശ്യമില്ലാത്ത, അതേ സർവീസിന് പണം ചെലവഴിക്കേണ്ടതില്ലാത്ത 6 കാലുള്ള മയ്യത്ത് കട്ടിലാകുന്ന വണ്ടി എന്റെയും നിങ്ങളുടെയും വീട്ടിന്റെ മുന്നിൽ വന്നു നിന്നാൽ
ഞാനും നിങ്ങളും ഉണ്ടാക്കിയ വീടാണെന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം? തലയട മന്ത്രം നൽകിയ ഭാര്യ പോലും പേടിച്ച് മാറി നിന്നുപോയി. 3 ഘട്ടം തുണിയിൽ ചുറ്റി പൊതിഞ്ഞിട്ട് ആ കട്ടിലിൽ കയറ്റി വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റിന്റെ മന്ത്രധ്വനി മുഴക്കി നടക്കുന്നു. എവിടെ? AC റൂമിലേക്കല്ല, കോൺക്രീറ്റ് ബിൽഡിങ്ങിലേക്കല്ല. ജീവിതകാലത്ത് കണ്ടപ്പം പേടിയോടെ നോക്കിയ പള്ളിക്കാട്ടിൽ കുഴിച്ചു വെച്ച ഖബറിലാൽ. നമ്മുടെ പൂർവീകന്മാരവിടെ ചെല്ലേ മക്കളെ, ഈ പറയുന്ന വിനീതനായ ഞാനും കിടക്കണം, കേൾക്കുന്ന നിങ്ങളും കിടക്കണം. ഓടി രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. മഹാന്മാര് പാടി പറഞ്ഞതുപോലെ വമൻ നസലത് ബിസാഹതിഹിൽ മനായ വലാ അർളുൽ തഖീഹി വലാ സമാഉ. മരണമെന്ന് പറയുന്ന പുലിക്കുട്ടി നിന്റെ വീട്ടിന്റെ മുറ്റത്തിറങ്ങിയാൽ ഓടി രക്ഷപ്പെട്ട അഭയം തേടാൽ ഭൂമിയിൽ ഒരിടമില്ല മോനെ, ആകാശത്തിലും ഒരിടമില്ല കേട്ടോ. അഭയം തേടാൻ പറ്റിയ ഒരാള് ആകാശത്തും ഭൂമിയിലുമില്ല. ആ മരണത്തിന്റെ പിടുത്തത്തിൽ ഒതുങ്ങിക്കൊടുക്കുക തന്നെ. ഈ മരണം സംഭവിക്കുന്ന നമ്മുടെ ശരീരം, ഈ മരണമേറ്റു വാങ്ങേണ്ട നമ്മുടെ ശരീരം, കഥേ ഇസ്രാഫീലിന്റെ ഊത്ത് കാത്തു നിൽക്കുന്ന ദുനിയാവ്, ഈ നഷ്ടപ്പെടുന്ന 2 എണ്ണത്തിന് വേണ്ടി ഞാനും നിങ്ങളും പരക്കം പായുമ്പോൾ ഓർക്കാൽ മറന്നുപോയ 2 സത്യങ്ങളല്ലേ? നശിക്കാത്ത എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? നശിക്കാത്ത എൻ്റെ ആഖിറത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു ചെറിയ പെൺകുട്ടിക്ക് ജന്മം കൊടുക്കാൻ കാരണക്കാരനായ ഉപ്പ, അതേ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തിരിക്കുന്ന ഉമ്മ, ആ പെൺകുട്ടിയെ പിറന്നത് മുതൽ പിന്നെ വെപ്രാളത്തിലാണ്. എന്താ വെപ്രാളോ? പഠിച്ചോനെ 18 വയസ്സങ്കാവുമ്പോഴത്തേക്ക് എന്നെ കെട്ടിക്കാൻ കാശ് വേണമല്ലോ. മിഞ്ഞാന്ന് ഞാനൊരാവശ്യത്തിന് ഒരാളെ വിളിച്ചു, തൽക്കാലം ഒരു പൈസ വേണം. കുറച്ച് പൈസ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അയാളെ മറുപടി എന്താണെന്നറിയോ? ഉസ്താദെ മോളെ കല്യാണം നിശ്ചയിച്ചു, നിക്കാഹും കഴിഞ്ഞതാണ്, 3-4 മാസേന് കല്യാണത്തിലുള്ളൂ, ഞാൻ ഇപ്പോൾ കിട്ടുന്ന പൈസയൊക്കെ ഇങ്ങനെ പിക്മിയിൽ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നാ. മൂപ്പർക്ക് ബേജാറാ. കാരണം 6 മാസം കഴിയുമ്പോഴത്തേക്ക് മോളെ കെട്ടിക്കാൻ പൊന്ന് വേണം, മറ്റു സൗകര്യങ്ങൾ വേണം, ഇതിനു വേണ്ടി ഇങ്ങനെ കാശ് സൂക്ഷിക്കുക. ആ പാവം മനുഷ്യന് ഉറങ്ങാൻ നേരമില്ല, ആ പാവം മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ നേരമില്ല. തുറന്ന കട പൂട്ടാൻ രാത്രി 12 മണി, രാവിലത്തെ നാസ്ത കഴിക്കാൻ ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ മഗ്രിബ്, രാത്രിയത്തെ ഭക്ഷണം കഴിക്കാൻ നട്ടാപാതിര. ആർക്ക് വേണ്ടിയിട്ടാണ് മോനെ ഈ അധ്വാനം? അതേ ഒരു മകൾക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ മകളും നിനക്ക് നഷ്ടമല്ലേ? ഈ പോയ പണവും നഷ്ടമല്ലേ? എങ്കിൽ ഞാൻ ചോദിക്കുന്നു, വരാനിരിക്കുന്ന ആഖിറം, ആ ആഖിറത്തിന് വേണ്ടി നമ്മൾ എന്ത് സമ്പാദിച്ചു? നമ്മുടെ ആത്മാവിന്റെ പരിശുദ്ധിക്ക് വേണ്ടി നാം എന്ത് യത്നിച്ചു? അതിനു വേണ്ടി നാം എന്താണ് ചെയ്തതെന്ന് നമുക്കല്ലാഹു നൽകിയ വിശേഷ ബുദ്ധി കൊണ്ടെന്ന് ആലോചിക്കണം. ദുനിയാവിൽ ഈ ശരീരം നിലനിൽക്കാൻ വേണ്ടി നല്ല കൊഴുപ്പുള്ള ഭക്ഷണം നാം കഴിക്കുന്നു. ദിവസത്തിൽ 3 നേരം ഭക്ഷണം വേണം, 2 നേരം ചായ കിട്ടണം, ഇടയ്ക്കിടെ വെള്ളം കിട്ടണം, ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ വേണം. അതേ വീട്ടിലുണ്ടാക്കിയതും പോരാ, വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലും രുചിയുള്ള ഭക്ഷണം ഫാസ്റ്റ് ഫുഡിൽ പോയി തന്നെ കഴിക്കണം. അതിനുവേണ്ടി എത്ര നൂറുകളും വാരി വലിച്ചെറിയാം. വീട്ടിലുള്ള ചെറിയ മകൻ എനിക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ അതേ അടുത്തുള്ള ഫാസ്റ്റ് ഫുഡിൽ ചെന്നിട്ട് അത് പാർസലാക്കി വാങ്ങിക്കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഞാൻ
കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിന്റെ ജംഗ്ഷന്റെ അടുത്തങ്ങ് എത്തിയപ്പോ അവിടെ ഉണ്ട് 1-2 ഹോട്ടലുകൾ. മുസ്ലിം സഹോദരിമാർ വണ്ടി ഡ്രൈവ് ചെയ്ത് ക്യൂ നിൽക്കുകയാൽ. എന്താ സംഭവം എന്നറിയുമോ? രാത്രി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയില്ല, അതേ ഫാസ്റ്റ് ഫുഡിൽ നിന്ന് പാർസലാക്കുന്ന പരിപാടിയാണ്. നെറ്റിൽ ഈ വിനീതന്റെ പ്രസംഗം കേൾക്കുന്ന ഗൾഫിലുള്ള സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നു, അതേ നിങ്ങൾ ഫാമിലി സഹിതം താമസിക്കുന്നവരില്ലേ ഗൾഫിൽ, വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കുന്ന ഭക്ഷണ വസ്തുക്കൾ സ്വന്തം റൂമിൽ പാകം ചെയ്യാനുണ്ടായിട്ടും വൈകുന്നേരം കയ്യിൽ ഭക്ഷണം പാർസലാക്കി കൊണ്ടുപോകുന്ന ശൈലിയല്ലേ? എന്താ വാങ്ങിച്ച് കഴിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ചത്തൊടുങ്ങിയ കോഴിയുടെ മാംസം, അറവ് ശരിയല്ലാത്ത മാംസങ്ങൾ, ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ എന്താണ് ഇത്ര വലിയ താല്പര്യം? ഒന്ന് മാറി ചിന്തിക്കണം കേട്ടോ. സ്വശരീരം സ്വന്തം തന്നെ അപകടത്തിൽ ചാടിക്കല്ല കേട്ടോ. വളർന്നു വരുന്ന ഇത്തരത്തിലുള്ള മൃഗീയ സംസ്കാരങ്ങൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നമുക്ക് അല്ലാഹു തന്ന ബുദ്ധി ചിന്തിക്കാൻ വേണ്ടിയാണ്. ആ ബുദ്ധിയുള്ള മനുഷ്യൻ ഏതെങ്കിലും ഒരാടിനെ പോലെ ജീവിക്കേണ്ടവൻ അല്ല. ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട രൂപത്തിൽ ചിന്തിക്കണം. അതേ, ആ ചിന്തയിൽ ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസി സ്ഥാനം നൽകേണ്ട ചിന്തയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നശിക്കുന്ന ശരീരത്തിന് വേണ്ടി, നശിക്കുന്ന ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നതിന് പകരം നശിക്കാത്ത ആഖിറത്തിന് വേണ്ടിയും നശിക്കാത്ത ആത്മാവിന് വേണ്ടിയും ജീവിക്കണം. നശിക്കുന്ന നമ്മുടെ ശരീരത്തിന് നല്ല നല്ല ഭക്ഷണം തന്നെ നമുക്ക് വേണം. മാംസം വേണം, മത്സ്യം വേണം, പച്ചക്കറി വേണം, വ്യത്യസ്തമായ വിഭവങ്ങൾ വേണം. ഒരു ദിവസം ഒന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് പ്രശ്നമാണല്ലേ? എന്തിനാണ് ഇതൊക്കെ? സുബ്ഹാനല്ലാഹ്, ചില മനുഷ്യന്മാരുടെ കഥ പറയാതിരിക്കലല്ലേ നല്ലത്? നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരുടെ ഗതി പറയേണ്ടതില്ലല്ലോ. 24 മണിക്കൂറും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണല്ലോ സഹോദരിമാർ. മാവൂര് ഗോൾഡൻസ് സ്റ്റാർട്ടായ മാതിരിയാ. ആ പാവങ്ങൾ രാവിലെ എഴുന്നേറ്റാ പിന്നെ അടുത്ത കാലത്തൊന്നും ഓഫ് ആവില്ല. ഒന്ന് ഉറങ്ങി കിട്ടണ്ടെങ്കിൽ, ഒന്ന് കണ്ണു ചിമ്മി കിട്ടണ്ടെങ്കിൽ രാത്രി 12 മണിയാവണം. രാവിലെ 5 മണിയാകുമ്പോഴേക്ക് പിന്നെ, കാരണം സുബഹികരിക്കാൻ വേണ്ടിയിട്ടില്ല, ഇംഗ്ലീഷ് കൊണ്ട് സ്കൂൾ പോകുന്ന കുട്ടികളെ അയക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് അധ്വാനം അല്ലേ? രാവിലെ എണീച്ചിട്ടില്ല 4 സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെ ബാഗും കെട്ടും ലഞ്ചും ഒക്കെ ഫിറ്റ് വരിച്ച് മുറുക്കിയിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയൊരു 2-3 മണിക്കൂർ നേരം വെളുത്തിട്ട് 8 മണിയാകുമ്പോഴത്തേക്ക് പോകണം. അപ്പോഴത്തെ 8 മണിയാകുമ്പോഴേക്ക് കീന്ന് ലോൺ കേൾക്കും, ഇതിനെ കൊണ്ടുപോയിട്ട് ബസ് കയറ്റി വിടുകയും ചെയ്യണം. ഈ തിരക്കിൻ്റെ ഇടയിൽ മനുഷ്യത്വം മരവിച്ച ചില ഭർത്താക്കന്മാരുണ്ട്. വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ചെന്നു. രാത്രി ചെന്നപ്പോൾ കിട്ടിയ ഭക്ഷണത്തിൽ ലേശം ഉപ്പ് കുറഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, ഭാര്യന്റെ മോന്തക്കിട്ട് തല്ലുന്ന ഭർത്താക്കന്മാരില്ലേ? വയസ്സായ പ്രിയപ്പെട്ട ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമാണ്. കറിയിൽ അല്പം ഉപ്പ് കുറഞ്ഞു പോയതിന്റെ പേരിൽ ഉമ്മാനെ ചീത്ത പറയുന്ന മക്കളില്ലേ? എന്തിനാ മോനെ നീ ഇത് പറഞ്ഞത്? നിന്റെ ഈ നശിക്കുന്ന ശരീരത്തിന് കിട്ടേണ്ടുന്ന ഒരു ഫുഡിൽ അല്പം ടേസ്റ്റിന് കുറവ് വന്നപ്പോ നിന്റെ ഭാര്യയോട് നിനക്ക് ബഹുമാനമില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ, നിന്റെ മാതാവിനോട് നിനക്ക് ആദരവില്ലെങ്കിൽ ഈ ശരീരം വലിയ ഉപകാരത്തിനില്ല കേട്ടോ. ഇത് നിനക്ക് കേടായി തിരിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ പറ്റി ഗൗരവത്തോടെ ചിന്തിച്ചോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നശിക്കുന്ന ഈ ശരീരത്തിന് വേണ്ടി എത്രയാ നമ്മൾ ചെലവഴിക്കുന്നത്? ഒരു ചുമ വന്നാൽ പിറ്റേന്ന് രാവിലെ വൈദ്യർക്ക്, ഡോക്ടർക്ക് 500 കൊടുക്കണം. ഒരു വയറ്റുനോക്ക് വന്നാൽ പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റൽ. ഒന്ന് പനിച്ചു പോയാൽ പിറ്റേന്ന് രാവിലെ ആശുപത്രിയിൽ. ചിലപ്പോൾ 1000ങ്ങളിലേക്കും 10,000ങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും പോകുന്നു. ഇങ്ങനെയെല്ലാം സംരക്ഷിച്ച ഈ ശരീരം എന്താണ് നമുക്ക് ഉപകാരത്തിനില്ലല്ലോ. മഹാനായ ശുജാഇ മൊയ്ദ് മുസ്ലിയാർ പറഞ്ഞു, മോനെ, നീ നല്ല ടോപ്പാക്കി അലങ്കരിച്ച നിന്റെ ശരീരമല്ലേ? ഓ, ഇസ്തിരിയിട്ട വസ്ത്രമേ ശരീരത്തിൽ പറ്റുള്ളൂ. അതേ, പൗഡർ ഇല്ലാതെ, സ്പ്രേ ഇല്ലാതെ പുറത്തിറങ്ങിക്കൂടാ.
എല്ലാം നല്ല അടിപൊളി തന്നെയാണ്. എന്തിനാണ് ഈ കോലം കെട്ടുന്നത്? പൊട്ടാനി മുൻതുള്ളി പിഞ്ചോരക്കട്ട, പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ടാ. പൊട്ടാനി മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ടാ. പറനിന്നുടൽക്ക് ബഹുമാനം പൊട്ടാ. നീ വലിയ ബഹുമാനം കൽപ്പിക്കുന്ന നിന്റെ ശരീരം, ഉത്ഭവത്തെ പറ്റി നീ ഒന്ന് ആലോചിച്ചോ. എല്ലാവരാലും അറുപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു ഇന്ദ്രിയത്തിന്റെ തുള്ളിയാണ് മോനെ നിന്റെ തുടക്കം. അത് പിന്നെ രക്തകഷ്ടമായി രൂപാന്തരപ്പെട്ട് ഈ കാണുന്ന മനുഷ്യക്കോലമായി നീ മാറി. അവസാനം നിന്റെ അവസ്ഥയോ പേര് മയ്യത്ത് ശവമാണ്. രക്തത്തിൽ നിന്ന് തുടങ്ങി പുഴുക്കൾക്കുള്ള ഭക്ഷണമായി മാറുന്ന നിന്റെ ശരീരം, ആ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി ചെലവഴിച്ച സമയത്തിന് കണക്കില്ല, ചിലവാക്കിയ പണത്തിന് കണക്കില്ല, കഴിച്ച ഭക്ഷണത്തിന് കണക്കില്ല, ഉപയോഗിച്ച മരുന്നുകൾക്ക് കണക്കില്ല. എന്നിട്ടും വയസ്സായി ഒട്ടി വളഞ്ഞിട്ടും മരിക്കുമെന്ന് പറയുമ്പോൾ പേടി തന്നെ. ദുനിയാവ് നശ്വരമാണ്. ഇതിനു വേണ്ടി എത്രയാ നീ ചെലവഴിച്ചതല്ലേ? നശിക്കുന്ന ദുനിയാവിലാണ് മാണിക്യ കൊട്ടാരം പോലത്തൊരു വീട്, നശിക്കുന്ന ദുനിയാവിലാണ് ഏക്കറ കണക്കിന് റബ്ബർ എസ്റ്റേറ്റ്, നശിക്കുന്ന ദുനിയാവിലാണ് കശുമാവിൻ തോട്ടം, നശിക്കുന്ന ദുനിയാവിലാണ് തെങ്ങുംതോപ്പുകൾ, നശിക്കുന്ന ദുനിയാവിൽ തന്നെയാണ് കെടുമു കൃഷിയും നടക്കുന്നത്, നശിക്കുന്ന ദുനിയാവിൽ തന്നെയാണ് കുരുമുളക് തോട്ടവും ഉള്ളത്, നശിക്കുന്ന ദുനിയാവിൽ തന്നെയാണ് വാഴത്തോട്ടവും ഉള്ളത്, നശിക്കുന്ന ദുനിയാവിൽ തന്നെയാണ് വലിയ വലിയ ഫ്ലാറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്, നശിക്കുന്ന ദുനിയാവിൽ തന്നെയാണ് നീ നിന്റെ സുഖ സൗകര്യത്തിനു വേണ്ടിയുള്ള സർവ്വതും സ്ഥാപിച്ചതെങ്കിൽ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها. വിറവിറക്കുന്നൊരു ദിവസം വരാനിരിക്കുന്നു, കിടുകിടാ ചലിക്കുന്നൊരു ദിവസം വരാനിരിക്കുന്നു. ആകാശം ഉന്നം പോലെ പൊടിപാറുന്നു, ഭൂമിക്കകത്തുള്ളതൊക്കെ പുറത്തോട്ട് വരുന്നു, ജീവിക്കുന്നതൊക്കെ നശിക്കുന്നു. ഗർഭിണികളായ സഹോദരിമാര് അറിയാതെ പ്രസവിച്ചു പോകുന്നു. ബുദ്ധിയുടെ ലെവല് തെറ്റിയിട്ട് മത്ത് പിടിച്ചവരെ പോലെ മേൽപോട്ട് നോക്കി ഓടുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പരക്കം പായുന്നു. കള്ളു കുടിച്ച് മത്ത് പിടിച്ചതല്ല, അല്ലാഹുവിന്റെ കഠോരമായ അദാബ്. ആ അദാബിനെ മുഖാമുഖം കണ്ട് ഭീതിതമായ മനസ്സോടെ പരക്കം പായുന്നൊരു അവസ്ഥ ഈ ഭൂമിയിൽ പ്രകടമാകാൻ വേണ്ടി പോകുന്നു. അതാപോലെ ശാശ്വതമായ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നു. ബുദ്ധി കൊണ്ടെന്നാലോചിക്കലും ആ വരാനിരിക്കുന്ന ശാശ്വതമായ ആഖിറത്തിന്റെ മോക്ഷത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി എന്തുണ്ടാക്കി നശിക്കാത്ത നമ്മുടെ ആത്മാവിന്റെ സലാമത്തിനും മോക്ഷത്തിനും വേണ്ടി എന്തധ്വാനിച്ചു. ആ ചിന്തക്ക് വേണ്ടി ഈ സദസ്സിനെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ആത്മാവിന് കുറെ ബിരിയാണി കൊടുത്തിട്ട് കാര്യമില്ല, നമ്മുടെ ആത്മാവിന് കുറെ നെയ്ച്ചോറ് കൊടുത്തിട്ട് കാര്യമില്ല, അതിന് നാടൻ ചോറും മാംസവും മത്സ്യവും കൊടുത്തിട്ട് കാര്യമില്ല. അതൊക്കെ ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ ആത്മാവിന്റെ ആരോഗ്യത്തിന് വേണ്ടത് ആരാധനയാണ്. ആത്മാവിന്റെ ആരോഗ്യത്തിന് വേണ്ടത് ഇബാദത്താണ്. ആത്മാവിന്റെ നിലനിൽപ്പിന് വേണ്ടത് ഇബാദത്താണ്.
അതിനു വേണ്ടിയാണ് 5 വക്ത് നിസ്കാരം, അതിനു വേണ്ടിയാണ് വിശുദ്ധ റമളാനിലെ നോമ്പ്, അതിനു വേണ്ടിയാണ് ഖുർആൻ ഓതേണ്ടത്, അതിനു വേണ്ടിയാണ് ദിക്റ് ചൊല്ലേണ്ടത്, അതിനു വേണ്ടിയാണ് സ്വലാത്ത് ചൊല്ലുന്നത്, അതിനു വേണ്ടിയാണ് സ്വദഖ ചെയ്യുന്നത്, അതിനു വേണ്ടിയാണ് എല്ലാ ഇബാദത്തുകളും ചെയ്യുന്നത്. നശിക്കാത്ത ആത്മാവിന്റെ ആരോഗ്യത്തിനു വേണ്ടി, നശിക്കാത്ത ആത്മാവിന്റെ നിലനിൽപ്പിന് വേണ്ടി, നശിക്കാത്ത ആത്മാവിന്റെ പുരോഗതിക്ക് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ ബുദ്ധിയുള്ള മക്കളെ, ആ നശിക്കാത്ത ആത്മാവിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ നാം എവിടെ? നമ്മൾ എവിടെയാ? ഈ നശിക്കാത്ത ആത്മാവിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ എവിടെ? ശമ്പളം കൊടുത്തു നിർത്തിയ മുഅദ്ദിൻ ഓരോ ദിവസത്തിലും 5 നേരം ഉറക്കെ വിളിച്ചു പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അധിപനായ അല്ലാഹുവിന്റെ പവിത്രമായ നാമം ഉരുവിട്ട്, അവന്റെ തൗഹീദിന്റെ കലിമ ഉരുവിട്ട്, അവന്റെ ഹബീബിന്റെ ബറക്കത്തുള്ള നാമം ഉരുവിട്ട്, അതാ നിശ്ചയിച്ച മുഅദ്ദിൻ വളരെ ഉറക്കെ വിളിച്ചു പറയുന്നു, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. മോനെ, കുടിക്കാനുള്ള വെള്ളം നൽകിയ, ഭുജിക്കാനുള്ള ഭക്ഷണം നൽകിയ, ധരിക്കാനുള്ള വസ്ത്രം നൽകിയ, പാർക്കാനുള്ള ഇടം നൽകിയ, വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു തന്ന അധിപനായ അള്ളാഹുവിന്റെ മുന്നിലൊന്ന് സാഷ്ടാംഗം നമിച്ച് തലകുനിച്ചു കൊടുത്ത് ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ നീ ഒരു വിജയിയുടെ അടിമയായി പോകാൻ പറ്റിയ സമയം ഇതാ വന്നിരിക്കുന്നു മോനെ, നിസ്കരിക്കൂ, വിജയിക്കൂ എന്ന് വിളിച്ചു പറയുമ്പോ പീഡികക്കോലായിലിരുന്ന് വേണ്ടാതെ സമയം കൊന്നു തീർക്കുന്ന ചെറുപ്പക്കാരാ, നെഞ്ചിനൊന്ന് കൈവച്ചൊന്ന് ആലോചിച്ചുകൂടെ? ഖബറിൽ കിടക്കണ്ടേ? നശിക്കാത്ത ആഖിറത്തിൽ പോകണ്ടേ? നശിക്കാത്ത ആത്മാവിന് വിജയം വേണ്ടേ? എന്തിനാണ് ഈ നിസ്കാരം? അത് നമ്മുടെ ആത്മാവിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, ആഖിറത്തിന്റെ മോക്ഷത്തിന് വേണ്ടിയാണ്, വിജയത്തിന് വേണ്ടിയാണ്. ഒരു ദിവസത്തിൽ ഒരു 17 റക്അത്ത് നിസ്കാരം 5 സമയങ്ങളിലായി ഒന്ന് കയ്യും കാലും മുഖവും കഴുകിയിട്ട് അതൊന്ന് നേരെ ചൊവ്വേ നിർവഹിക്കാൻ കഴിയാത്തവരാണ് നമ്മളെങ്കിൽ, ആത്മീയതക്ക് പ്രാധാന്യം കൊടുത്ത ആത്മീയ ഗുരുക്കളുടെ വീക്ഷണവും ജീവിത ശൈലിയും നേരത്തെ വന്യരായ ഉസ്താദ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയില്ലേ? ഔലിയാക്കളുടെ നേതാവ് മഹാനായ അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, വകുല്ലു വലിൻ ലഹു ഖൽബുൻ ഫഇന്നി അലാ ഖൽബിൽ നബി ബദിരിൽ കമാലി, വകുല്ലു വലിൻ ലഹു ഖദമുൻ ഫഇന്നി അലാ ഖദമിൽ നബി ബദിരി തമാമി. എല്ലാ വോലികളും ഓരോ നബിവാശി, ഞാനെൻ്റെ സീബാവ കൽവശിയെന്നോവർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ ആരെയെങ്കിലും ഏറ്റെടുത്തെങ്കിൽ മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാദത്തെ ഞാൻ അതിന് അനുധാവനം ചെയ്തെങ്കിൽ അതും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രവാചക പ്രേമത്തിന്റെയും പിന്തുടർച്ചയുടെയും പര്യായമായി വന്ന മൗലിയാക്കളുടെ നേതാവ് സുയീനൽ ഉഫുഖു മുദ് ഉലിതു ബിസഅദി ഖലഅത് ലിയർഖാബുൽ ഔലിയാഇ. എല്ലാ ഔലിയാക്കളും അവരുടെ നേതാവായി അംഗീകരിച്ച മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി
ഔലിയാക്കളുടെ നേതാവാണ്. പക്ഷെ ആ ഔലിയാക്കന്മാരൊക്കെ തള്ളിപ്പറയുന്ന ചില ടീമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഉണ്ടാവില്ല എന്നാ തോന്നുന്നത് അല്ലേ? മഹാനായ ഗൗസുൽ ആലമിനെ പറ്റി അപകടകരമായ വാദമുന്നയിക്കുന്നവരുണ്ട്. ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ സുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ മനുഷ്യനാണ് മുഹ്യിദ്ദീൻ ശൈഖ് എന്ന് എഴുതി പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട്. അത് അംഗീകരിക്കുന്ന പ്രസ്ഥാനങ്ങളുമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധികാരിക പ്രസിദ്ധീകരണം 1980 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച അൽമനാർ അതിന്റെ 20ാമത്തെ പേജിൽ വളരെ വ്യക്തമായി ഗൗസുൽ ആലമിനെ പറ്റി എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗൗസുൽ ആലമിനെ ഒരു മുസ്ലിമായി പരിഗണിക്കാൻ പോലും അവർ തയ്യാറല്ല. വേറൊരു വിഭാഗമുണ്ട്, ജമാഅത്ത് ഇസ്ലാമി. അവരുടെ ആധികാരിക വിദ്യാർത്ഥി സംഘടനയാണ് SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതിന്റെ മുഖപത്രമാണ് യുവസരണി. 1988 മഹാനായ ഗൗസുൽ ആലമിനെ സംബന്ധിച്ച് അവരെഴുതിയെന്തെന്നറിയോ? പ്രവാചകത്തിന് ശേഷം കള്ളപ്രവാചകത്വം വാദിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യനാണ് മുഹ്യിദ്ദീൻ ശൈഖ്. അത് അംഗീകരിക്കുന്നവരാണ് സുന്നി മുസ്ലിമീങ്ങൾ. മഅദല്ലാഹ്. ആരെപ്പറ്റിയാണ് ഇത് എഴുതി വെക്കുന്നത്? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ജീവിക്കുന്ന തെളിവുകൾ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. മഹാനായ ഗൗസുൽ ആലമിനെ പറ്റി ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താണ്? ഈ പറയുന്ന പുത്തൻവാദികൾ പോലും അവരുടെ ആധികാരിക പണ്ഡിതനായി അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ മഹാനായ ഗൗസുൽ ആലമിനെ പറ്റി പറഞ്ഞത് അതേ തുല്യതയില്ലാത്തൊരു വ്യക്തിത്വമാണ് ഗൗസുൽ ആലം. ഒരപൂർവ വ്യക്തിത്വങ്ങളിൽപ്പെട്ട മഹാമനുഷ്യനാണ് മുഹ്യിദ്ദീൻ ശൈഖ്. ആരെപ്പറ്റി? ഗൗസുൽ ആലമിനെ പറ്റി ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരിക്കട്ടെ, ആ മഹാനായ ഗൗസുൽ ആലം ഔലിയാക്കളുടെ നേതാവാണ്. നിക്കാരത്തിന്റെയും ഇബാദത്തിന്റെയും വിഷയത്തിൽ കാണിച്ച താല്പര്യം നിലവേറും ോളൂതോരോളുവാലെ 40 സുബ്ഹി തൊഴുതോവർ. 40 കൊല്ലക്കാലം ഇശാ നിസ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ വുളൂകൊണ്ട് സുബ്ഹി നിസ്കരിച്ചു. പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 40 കൊല്ലക്കാലം ഉറക്കിന്റെ അഭിരുചി അറിഞ്ഞിട്ടില്ല. ഉറക്ക് മുറിയാൻ മാത്രം എന്തായിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. രാത്രി മുഴുവനും ഇബാദത്ത്. 1 ദിവസമല്ല, 2 ദിവസമല്ല, 4 ദിവസമല്ല, 40 ദിവസമല്ല, 40 മാസമല്ല, 4000 ദിവസങ്ങളല്ല, 40 കൊല്ലക്കാലം മഹാനായ ഗൗസുൽ ആലം ഉറക്കിന്റെ അഭിരുചി അറിയാതെ ആത്മീയയുടെ ഉയർച്ചക്കും ആത്മാവിന്റെ രക്ഷക്കും ആഖിറത്തിന്റെ മോക്ഷത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് ആത്മീയ ഗുരുക്കളെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഗൗസുൽ ആലമിനെ പോലെ എത്രയെത്ര വലിയ മഹാന്മാര് ലോകത്ത് കഴിഞ്ഞുപോയല്ലേ. മഹദി സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ ഓർക്കാൻ നിങ്ങൾ വിട്ടുപോയോ ഉമ്മമാരെ? മഹാദി നഫീസ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് വഫാത്തായ സമയത്ത് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മഹദി അവരുടെ വിവാഹാലോചന നടത്തിക്കൊണ്ട് പോയ സംഭവം നമുക്കറിയാമല്ലോ. അങ്ങയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ചേർത്തിക്കൊണ്ട് മഹാനവകൾ സമീപിച്ച സമയത്ത് മഹദി നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഹസനുൽ ബസരി, അങ്ങ് വലിയ മഹാനാൻ, അങ്ങ് എനിക്ക് ഭർത്താവായി കിട്ടുന്നതിൽ സന്തോഷമാണ്. പക്ഷേ എനിക്ക് 4 കാര്യങ്ങൾക്ക് മറുപടി നിങ്ങൾ തരുമോ? ഞാൻ ഏറ്റെടുത്തു കൊള്ളാം. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അതേ മഹദി, ചോദിക്കാം, എനിക്ക് റബ്ബ് തൗഫീഖ് തന്നാൽ മറുപടി തരാം. ഒന്നാമത്തെ ചോദ്യം തന്നെ എന്താ? എല്ലാവരും ഈ ഭൂമിയിൽ വെച്ച് മരിക്കുമല്ലോ. ആ മരണത്തിന്റെ സമയം എനിക്കെപ്പോഴാൽ ആ മരണം സംഭവിക്കുന്ന സമയത്ത് പരാജയപ്പെട്ട് മരിക്കുന്നവരുണ്ട്, വിജയികളിൽപ്പെട്ട് മരിക്കുന്നവരുണ്ട്. ഞാൻ ഏത് പട്ടികയിലാ? ഖബറിൽ രക്ഷപ്പെടുന്ന വിഭാഗമുണ്ട്, പരാജയപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വരുന്ന ടീമുണ്ട്.
അവിടെ എൻ്റെ അവസ്ഥ എന്താ? നഫീസ ബീബി റളിയല്ലാഹു അൻഹുവിന്റെ ആഖിറത്തെ പറ്റി ഓർത്തുള്ള അതേ നശിക്കാത്ത ലോകത്തിന്റെ മോക്ഷത്തിന്റെ ഭീതിയോടെ ആത്മീയമായ ഏറ്റവും വലിയ പ്രതിധ്വനി തുളുമ്പുന്ന ചോദ്യചിഹ്നങ്ങൾ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അങ്ങിട്ട് കൊടുത്തപ്പോ മഹാനുഭാവന്റെ മറുപടി, അതിന് മറുപടി എനിക്ക് തരാൻ പറ്റില്ല, അതെന്റെ റബ്ബിന്റെ അവകാശമാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ഈ 4 ചിന്തകൾ അലട്ടുന്ന മനസ്സുള്ള ഒരു പെണ്ണാണ് ഞാൻ. സ്വസ്ഥതയില്ലാത്ത ഞാൻ ഒരു കുടുംബ ജീവിതത്തിലേക്ക് എങ്ങനെ പോകാൻ? അതുകൊണ്ട് ദുനിയാവിൽ ആ ഒരു സുഖം എനിക്ക് ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ആഖിറം പേടിച്ച് ജീവിച്ചവർ, ആരാധനയിൽ അധിഷ്ഠിതമായി ജീവിച്ചവർ, 5 വക്ത് നിസ്കാരത്തിന് പോലും നാം തയ്യാറല്ല. എന്തിനേറെ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തെറ്റ് ചെയ്യാതെ ജീവിച്ച മഹാൻ. അമ്പിയാക്കന്മാരെ പറ്റിയിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം എന്താണ്? അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ്, തെറ്റ് പിണയാത്തവരാണ്. അത് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിക്കുന്നത് പ്രബോധിത വിഭാഗം നിരുപാധികം ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയത് കാണാൻ, ഹാദിഹിൽ ആയത്തു ദാല്ലത്തുൻ അലാ അന്നൽ അംബിയാ കുല്ലുഹും മഅസൂമൂൻ. ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അമ്പിയാക്കന്മാർ മുഴുവനും പാപസുരക്ഷിതരാണ് എന്നാണ്. കാരണം നിരുപാധികം അംഗീകരിക്കൽ അനിവാര്യമായ ഒരു വ്യക്തിയുടെ കയ്യിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ ആ തെറ്റിനെയും കൂടെ നാം അംഗീകരിക്കൽ നിർബന്ധമാകും. അള്ളാഹു പ്രവാചകന്മാരെ ലോകത്ത് നിയോഗിച്ചത് തന്നെ തെറ്റിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെയും മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ മുജാഹിദ് എന്ന് പറയുന്ന പ്രസ്ഥാനം, അവരുടെ ആധികാരിക പ്രസിദ്ധീകരണം സൽസബീൽ പുസ്തകം 1 പേജ് 33 മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിപ്പിച്ചു. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 70 100 തെറ്റ് ചെയ്ത ആളാണ് മുഹമ്മദ് നബി. അത് സ്വന്തം കുറ്റബോധപൂർവ്വം സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ ദുഃഖത്തോടെ മാപ്പിരക്കുന്ന റസൂലുള്ളാഹിക്ക് ഒരു പതിവുള്ള ഇബാദത്തുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാന്റെ റസൂൽ തെറ്റിയത് പറഞ്ഞപ്പോ ഇവന്റെ ഒക്കെ അഡ്രസ് എവിടെ? കുറ്റൂർക്കാരൊന്ന് ആലോചിക്കണം. എന്നെ പറ്റി നിങ്ങളെ പറ്റി അല്ല ഇപ്പൊ പറയണത്. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പ്രകൃതിവാദികൾ പോലും ആഗ്രഹിക്കുന്നു ആ പ്രവാചകൻ ഒന്ന് തിരിച്ചു വന്നെങ്കിൽ. കാരണം ആ പ്രവാചകനെ ഈ കാലഘട്ടത്തിൽ പ്രസക്തിയുള്ളൂ എന്ന് പ്രകൃതിവാദികളുടെ നേതാവായ ഡോക്ടർ ബർണാഡ് ഷാ പോലും എഴുതി വെച്ചു. 21-ാം നൂറ്റാണ്ടിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ ലോകത്താകെ അർഹതയുള്ള ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത് മഹാനായ മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബി ഒന്നുകൂടെ തിരിച്ചു വന്നെങ്കിൽ. പ്രവാചകന്റെ ആളാണെന്ന് പറയുന്ന മുജാഹിദ് പറയുന്നു, ആ വരുന്ന മുഹമ്മദ് നബി അത്ര വെല്ലു കൊള്ളുന്ന ആളൊന്നും അല്ല, 70 100 ഒരു ദിവസം ചുരുങ്ങിയ തെറ്റെല്ലാം ചെയ്യുന്ന ആൾ തന്നെയാണ്. ഇവരെ കൂട്ടത്തിൽ ആരാ നല്ലത് നിങ്ങൾ ആലോചിച്ചോളി. ഞാൻ പറഞ്ഞിട്ട് ഇനി കുറ്റക്കാരനായി പോണ്ട. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് അബുൽ ആല മൗദൂദി തന്റെ ജുംഅ ഖുത്ബ എന്ന് പറയുന്ന പുസ്തകം IPH പ്രസിദ്ധീകരണമാണ്. അതിന്റെ മലയാള വിവർത്തനത്തിൽ അതിന്റെ 18-ാമത്തെ പേജിൽ എഴുതുന്നു, മുഹമ്മദ് നബിയുടെ പ്രവർത്തനത്തിൽ ദീനിൽ തെളിവായി അംഗീകരിക്കാൻ പറ്റിയതുണ്ട്, പറ്റാത്തതുണ്ട്. അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും വലിയ ലീഡർ, സ്ഥാപിക നേതാവ് തന്നെ റസൂലുള്ളാഹിനെ പറ്റി എഴുതി വെച്ചതാ. റസൂലുള്ളാഹിന്റെ പ്രവർത്തനത്തിൽ തെറ്റുണ്ട്, ശരിയുണ്ട്. അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ഇടങ്ങേറുമാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ പ്രവർത്തനം പരിപൂർണമായിട്ട് എന്താക്കാൻ പറ്റില്ല, ദീനിൽ തെളിവായി അംഗീകരിക്കാം. ആ മുഹമ്മദ് നബിയുടെ തെറ്റേത് ശരിയേത് എന്ന് പറയാൻ വന്ന ആളാണ് ആര്? ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഓറ്. നിങ്ങൾ ആലോചിച്ച് നോക്കി അതിന്റെ കടുപ്പം. റസൂലുള്ളാഹിന്റെ തെറ്റും ശരിയും പറയാൻ വേണ്ടി വേറൊരാൾ വരുന്ന ഗതികേട്. ഇവർ ഇസ്ലാമിന് ഗുണമാണോ അല്ലെങ്കിൽ ദോഷമാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു അത്തരം പിഴച്ച ചിന്തകൾ തൊട്ട് നമ്മയും
ഖിയാമത്ത് നാൾ വരെ നമ്മുടെ തലമുറയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തോടെ ആലോചിക്കണം, വളരെ പ്രയാസത്തോടെ ചിന്തിക്കണം. ചില്ലറ വിഷയം നല്ലത്. ആഖിറത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ്, ആത്മാവിനെ ബാധിക്കുന്ന പ്രശ്നമാണ്, പരാജയത്തിലേക്കുള്ള വഴിയാണ്. ഇരിക്കട്ടെ, മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തെറ്റെന്തെന്ന് രുചിക്കാത്ത, ജീവിതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച, സ്വർഗം ലഭിക്കുമെന്ന പൂർണ്ണാശ്വാസത്തിൽ ജീവിക്കാൻ അർഹതയുള്ള സയ്യിദുനാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ സംഭവ ബഹുലമായ ചരിത്രത്തിലേക്ക് മഹാനായ പ്രവാചക പ്രേമി ഇമാമുൽ ബുസൂരി റളിയല്ലാഹു തആല അൻഹു ചൂണ്ടിത്തന്നില്ലേ? വലം തു സുന്നതമൽ അഹ്യല്ലലാമ ഇലാ അനിസ്തകത് ഖദമാ ഹുലുറ മിൻ വറമി. എല്ലാവരും നേരെ ഒന്നിരുന്ന് നമ്മുടെ മനസ്സൊന്ന് മദീനയിലേക്ക് തിരിച്ചു വെച്ച് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തിലേക്ക് നല്ല ശബ്ദത്തോടൊരു സ്വലാത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ഒന്ന് നേരെ ഇരുന്ന് ചെല്ലണം. അല്ലാഹു ആ ഹബീബിന്റെ ഹുദൂർ കൊണ്ട് ഈ സദസ്സ് ധന്യമാക്കി തരട്ടെ. ആ ഹബീബിന്റെ നോട്ടമുള്ള ഖൽബായ അല്ലാഹു നമ്മുടെ ഖൽബിനെ മാറ്റി തരട്ടെ. അവിടുത്തെ ബറക്കത്തുള്ള നോട്ടം അല്ലാഹു നമ്മിൽ ദായിമാക്കി തരട്ടെ. എല്ലാവരും റസൂലുള്ളാഹിന്റെ പേരിൽ നല്ല ശബ്ദത്തിൽ ഒരു സ്വലാത്തിടണം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൽ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. യജമാനനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. മദീന മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ട നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പരിശുദ്ധമായ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ പേര് പറയാൻ പോലും ഞങ്ങൾ യോഗ്യരല്ല, അവിടുത്തെ ഓർക്കാൻ പോലും ഈ മനസ്സിന് അർഹതയില്ല. അത്രയും കൂടുതൽ നിന്നോടും നിന്റെ ഹബീബിനോടും എതിർ പ്രവർത്തിച്ചവരാണ്. പക്ഷേ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ചൊല്ലിയത്, പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ആ പ്രവാചകനിലേക്ക് ആഗ്രഹിക്കുന്നത്. നീ ഞങ്ങളെ നിരാശപ്പെടുത്തല്ലേ അല്ലാ. നിന്റെ റഹ്മത്തിന്റെ വിശാലത കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ആ ഹബീബായ നേതാവ് അതാ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ താമസിക്കുന്ന ദിവസം അവിടുത്തെ സമ്മതത്തോടെ രാത്രി മുഴുവനും നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർത്തുപോയി. കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണിൽ നിന്ന് പിടിവിടാ വെള്ളം ഒഴുകി. അല്ലാഹുവിന്റെ ഹബീബിന്റെ ബർക്കത്തുള്ള കവിൾത്തടത്തിലൂടെ ഒഴുകി, അവിടുത്തെ താടിയിലൂടെ ഒലിച്ചിറങ്ങി. അവിടെ നിന്ന് ധരിച്ച അതേ മേൽമുണ്ട്, അവിടെ നിന്ന് ധരിച്ച കുപ്പായം പോലും നനഞ്ഞുപോയി. ഓ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മവങ്ങന്മാരെ, ഇത്ര കാലായുസ്സിനിടയിൽ ഒരു ദിവസമെങ്കിലും സ്വയം കുറ്റബോധത്തോടെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ റബ്ബേ, നിന്റെ ഹദ്റത്തിലേക്ക് വരാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ റബ്ബേ, ഭീതിയോടെ ചിന്തിച്ച് കരയാൽ നമ്മിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വേദനയോടുകൂടെ ആലോചിക്കണം. നമ്മുടെ ആഖിറത്തെ പറ്റിയുള്ള ഭീതി നമുക്ക് വേണം. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. നല്ല ചിന്ത കൊണ്ട് അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഹബീബിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. ആ ഹബീബിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർത്തു തരണേ റഹ്മാനെ. ആ ഹബീബിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നീ നന്മയോശാരം ചെയ്യണേ റബ്ബേ. നിന്റെ ഖളാഇലുള്ള മുഴുവൻ ഷർറുകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നിന്റെയും ഹബീബിന്റെയും ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങളാണ്. തെറ്റ് ചെയ്തതിൻ്റെ കാരണം കൊണ്ടല്ല, സ്വർഗം കിട്ടൂല എന്ന പേടി കൊണ്ടല്ല,
ഈ കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹം ചെയ്തു തന്ന അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഒരു വേള ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് നന്ദിയുള്ളൊരടിമയായി പോകണ്ടേ എന്ന ചിന്തയോടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ അവസ്ഥ എവിടെയാണ്? നാം എവിടെയാണ്? ഫർള് നിസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും താല്പര്യമല്ല. ഇവിടെ വെച്ചുകൊണ്ട് തീരുമാനിക്കണം, എൻ്റെ നശിക്കുന്ന ശരീരത്തിന് വേണ്ടി വഴങ്ങി, നശിക്കുന്ന ദുനിയാവിന് വേണ്ടി പരക്കം പാഞ്ഞ്, നശിക്കാത്ത ആത്മാവിനെ ഇനി ഞാൻ നശിപ്പിക്കില്ല. അതിൻ്റെ നാശത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കില്ല, അതിൻ്റെ നഷ്ടത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കൂല. എൻ്റെ ആത്മാവിൻ്റെ ആരോഗ്യത്തിന് ഉപകരിക്കുന്ന ഇബാദത്തിന് വേണ്ടി ഞാൻ ഉറച്ച തീരുമാനമെടുത്തിട്ടല്ലാതെ ഈ സദസ്സ് പിരിയരുത് കേട്ടോ ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ. ആ ഉറച്ച തീരുമാനത്തിലെ ഈ സദസ്സിൽ നിന്ന് വിട്ടുപിരിയാവോ? അള്ളാഹു ആ രീതിയിൽ ഉപകരിക്കുന്ന സദസ്സാക്കി നമ്മുടെ സദസ്സിനെ മാറ്റിത്തരട്ടെ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നാം പിന്നിൽ, ഖുർആനോത്തിന്റെ വിഷയത്തിലോ പറയാതിരിക്കലാം ഭേദം അല്ലേ? ഈ ഇരിക്കുന്ന സദസ്സിലുള്ള പറയുന്ന ഞാനും നിങ്ങളും സ്വന്തം നഫ്സിനോടൊന്ന് ചോദിക്കണം, ഇന്ന് നേരം വെളുത്തിട്ട് ഖുർആൻ നമ്മുടെ കൈ കൊണ്ടൊന്ന് തൊട്ടു നോക്കിയിട്ടുണ്ടോ? ഓതല് പോകട്ടെ, ബർക്കത്തോടെ ഒന്ന് ആ ഖുർആനിന്റെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തത് നാം കേട്ടതല്ലേ? അക്തിറു ഖിറാഅത്തൽ ഖുർആൻ, ഖുർആനോത്ത് നിങ്ങൾ നന്നായി വർദ്ധിപ്പിക്കണം. കാരണം എന്താണെന്നറിയോ? ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിസാഹിബിഹി ഖാല റസൂലുള്ളാഹി. ഖുർആനോത്ത് നിങ്ങൾ നന്നായി വർദ്ധിപ്പിക്കണം. ആ ഖുർആൻ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ശുപാർശകനായി കടന്നു വരും. എവിടെ? ഉറ്റവരെ കിട്ടാത്ത, ഉടയവരെ കിട്ടാത്ത, ഉടുമുണ്ടില്ലാതെ, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ പരക്കം പായുന്ന മശ്റയിൽ അതേ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ശുപാർശകരിൽ ഒന്നാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഓതുന്ന ശൈലി നമുക്കെവിടെ? പേര് കേട്ടാൽ ലോകം കിടുകിടാ വിറക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതേ മഹാനവറുകളുടെ ചരിത്രം നോക്കിയാൽ കാണാം, സാധാരണ ഖുർആനോദൽ പതിവുള്ള സമയത്ത് ഭരണപരമായ വല്ല കാരണവശാലും ഖുർആൻ ഓതാൻ സമയം കിട്ടാതെ പോയാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശൈലി എന്താണെന്നറിയോ? ആ സമയത്ത് വളരെ ബഹുമാനത്തോടെ ഖുർആൻ ഒന്നെടുത്ത് കണ്ണുനീരൊഴുക്കി ചുംബിച്ച് പൊട്ടിക്കരയുന്നു. ബർക്കത്തെടുത്ത് ഖുർആൻ അടച്ചു വെക്കുന്നു. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ആ ഖുർആനും നമ്മളും എവിടെ കിടക്കുന്നു? ഓതാൻ അറിയാത്തവരൊന്ന് ഓതാൻ പഠിക്കണം. അൽഹംദുലില്ലാഹ്, നല്ല സുന്ദരമായ ഒരു സ്ഥാപനം നമ്മുടെ മുറ്റത്തുണ്ടല്ലോ. എല്ലാ ആലിമീങ്ങളും അതിൻ്റെ അകത്തുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആഴ്ചയിൽ ഒരു ദിവസം പോകട്ടെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ല, ഒരു പതിവ് തന്നെ നമുക്കൊന്ന് സ്ഥാപിച്ചുകൂടെ? എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിനൊന്ന് ആ സ്ഥാപനത്തിലേക്ക് പോയി സുന്ദരമായി ജമാഅത്തായിട്ടൊന്ന് സുബ്ഹി നിസ്കരിച്ചിട്ട് സലാം വീട്ടി ദുആവും കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഉസ്താദ് ഒന്ന് ഖുർആൻ ഓതിത്തരുമ്പോ നമ്മളൊന്നത് സന്തോഷത്തോടെ കേൾക്കുകയും അതൊന്ന് ഏറ്റോതിയിട്ടൊന്ന് പഠിക്കുകയും ചെയ്തുകൂടെ? എൻ്റെ ആയും തുടങ്ങണം കേട്ടോ. ഇല്ലെങ്കിൽ അത് തുടങ്ങണം. ഉണ്ടോ? ഇൻഷാ അല്ലാഹ് തുടങ്ങണം. നമ്മളിങ്ങനെ ഒരു 3 ദിവസത്തെ ബാധകൊണ്ട് മാത്രം ഒപ്പിച്ചാൽ പോരാ. നിരന്തരമായ ചലനങ്ങൾ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കണം. അവിടെയാണ് മനുഷ്യൻ. ഈ ചിലയാളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിപ്പോകുന്നതിന്റെ കാരണം എന്താ? നമ്മളൊരു പണി കൊടുക്കാത്തതുകൊണ്ടാണ്. പണി കൊടുത്താലും ചിന്തിക്കാനൊന്നും ഉണ്ടാവില്ല, നേരം ഉണ്ടാവില്ല. പടക്കടെ പണി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ ചില തൊഴിലാളി സംഘടനകളൊക്കെ രാവിലെ കൈക്കോട്ടും കത്തിയാലെടുത്തങ്ങ് പോയാൽ വൈകുന്നേരം വന്നാൽ സിന്ദാബാദ്, രാത്രി വന്നാൽ പിന്നെ ഫണ്ട് വിരി, നേരം വെളുക്കുമ്പോൾക്ക് പിന്നെ ആദ്യം തുടങ്ങി ഇങ്ങനെ നിരന്തരം പണി. ഓൽക്ക് ഒന്നും ചിന്തിക്കാമല്ലോ. ഓൽക്ക് സ്വർഗം പറയാനില്ല, നരകവും പറയാനില്ല, ആഹുറവും പറയാനില്ല, ഒന്നും പറയാനില്ല. പക്ഷെ എന്നാൽ ഓൽക്ക് പണിയാ. നമ്മളോ സ്വർഗം പറയാനുള്ള നമുക്ക് തന്നെ
ഖബർ പറയാനുള്ളത് നമുക്ക് തന്നെ, മഹ്ശറ പറയാനുള്ളത് നമുക്ക് തന്നെ, നരകം പറയാനുള്ളത് നമുക്ക് തന്നെ. പക്ഷേ പണിയെടുക്കുന്ന വിഷയത്തിൽ നമ്മൾ മടിയന്മാര് തന്നെ. അതുകൊണ്ട് നിരന്തരം നാം വർക്ക് ഉണ്ടാക്കണം. നല്ല ഇറ്റുള്ള കൂട്ടത്തിലുണ്ട്. ഈ പ്രാവശ്യം ഹജ്ജിന് പോയപ്പോൾ ഹജ്ജ് സംഘത്തിലുണ്ടായ ഒരു സഹോദരി, ഞങ്ങൾ ഹജ്ജിന്റെ വേദിയിൽ എവിടെ വാല് പറയുമ്പോഴും ഈ ബാലും കഴിഞ്ഞ് പോകുന്ന സദസ്സിൽ ഒരു പെണ്ണിന്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം കാണാം. അപ്പൊ ഞാനൊന്ന് അന്വേഷിച്ചു, എന്താണ് ഇപ്പൊ പെണ്ണിങ്ങനെ പുസ്തകം എടുത്തു വന്നിട്ട്, കാരണം അങ്ങനെ കാണൽ കുറവാണല്ലോ. അപ്പൊ ഈ പെണ്ണ് കേൾക്കുന്ന മുഴുവൻ വാലുകളും എഴുതി വെക്കുന്ന പ്രകൃതിക്കാരിയാ. ഞാൻ ആ പെണ്ണിനെ പറ്റി അന്വേഷിച്ച് പഠിച്ചപ്പോ കൊയിലാണ്ടിക്കടുത്തുള്ളൊരു സഹോദരിയാ. 10 വർഷമായി ഖുർആൻ ക്ലാസ്സിന് നിരന്തരം പങ്കെടുക്കുന്ന ഒരു പെണ്ണ്. അൽഹംദുലില്ലാ, ഖുർആൻ ഓതുന്നതിൽ കഴിവ് തെളിയിച്ച, അർത്ഥം പറഞ്ഞു കൊടുക്കാൻ തെളിവ് കൊടുത്ത വളരെ നല്ലൊരു കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി. സമുദായത്തിൽ അങ്ങനത്തെ ഉണ്ട്, അൽഹംദുലില്ലാ. ഞാൻ സന്തോഷത്തോടു കൂടെ പറയട്ടെ, നമ്മുടെ എളിയ സ്ഥാപനം ഉളിയിൽ സുന്നി മജ്ലിസ് സമൂഹത്തിന് സമർപ്പിക്കുന്ന സേവനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു സേവനം, SSLC പാസ്സായ പെൺകുട്ടികൾക്ക് BA അഫ്ളൽ ഉലമ അടക്കം 7 വർഷത്തെ സ്പെഷ്യൽ കോഴ്സിലൂടെ ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, ആശയ പഠനം, ഇത് 4ഉം കൊടുത്തിട്ട് അൽഹംദുലില്ലാ യോഗ്യത നേടി പുറത്തു വിടുന്ന ഒരു സംവിധാനം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പക്ഷെ ഒക്കെ പാവപ്പെട്ട കുട്ടികളാണ് അധികവും. 50%-ലധികവും പാവങ്ങളാണ്. ചിലപ്പം ബസ്സിന്റെ പൈസ അടക്കം അങ്ങോട്ട് കൊടുക്കണം. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഇസ്ലാമിക വിരുദ്ധ മിഷണറി പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ആ പാവപ്പെട്ട പെൺമക്കളെ ഏറ്റെടുത്ത് ഇന്ന് അൽഹംദുലില്ലാ പരിസര പ്രദേശങ്ങളിൽ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ അന്തസ്സോടെ അഭിമാനത്തോടെ പറയാൻ പറ്റിയ സ്ഥാപനം. കല്യാണം കഴിക്കാനായ മൂല്യമാരൊക്കെ ഇപ്പോൾ പെണ്ണ് അന്വേഷിച്ചിട്ട് വരിക ഞങ്ങളെ സ്ഥാപനത്തിലേക്കാണ്. കാരണം പഠിച്ചൊരു പെണ്ണിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നൊരു കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലരും അൽഹംദുലില്ലാ യൂറോപ്യൻ കൺട്രീസിൽ അടക്കം ചെന്ന് ദഅവത്ത് നടത്തിയ സഹോദരിമാർ ആ സ്ഥാപനത്തിൽ പഠിച്ച പെൺകുട്ടികളുടെ കൂട്ടത്തിലുണ്ട്. അൽഹംദുലില്ലാ. നമ്മൾ പഠിക്കാൻ, പക്ഷേ അതിന് ഒത്തിണങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് അവരുടെ അച്ചടക്കം അത് പാലിക്കാൻ, അത് നിയന്ത്രിക്കാൻ, അതിന് വിധേയമായ സാഹചര്യങ്ങളെ അധിഷ്ഠിതമായി നാം പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരണം. അബുൽ അഅ്ല മൗദൂദി പറഞ്ഞതുപോലെ ഇസ്ലാമിക പ്രബോധനത്തിന്റെയും പ്രചരണത്തിന്റെയും പേര് പറഞ്ഞിട്ട് ജാഹിലിയ കാലത്തുള്ള സ്ത്രീകളുടെ രംഗപ്രവേശനം ഒരിക്കലും നമുക്ക് എന്തായിക്കൂടാ, അനുവദിച്ചുകൂടാ. അത് അബുൽ അഅ്ല മൗദൂദി തന്റെ വലിയൊരു പ്രമേയത്തിലൂടെ ലാഹോറിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചൊരു സത്യം. പക്ഷേ ഇപ്പോഴത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർ അത് അംഗീകരിക്കൂല എന്ന് മാത്രം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് പഠനരംഗത്ത് നാം വളരണം. ഖുർആൻ ഓതാൻ പഠിക്കണം. അറിയില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കരുത്. ഖുർആൻ അത് വലിയ ഗ്രന്ഥമാണ്. അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ കാണണം. സ്വാലിഹീങ്ങൾ കണ്ടതാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഇമാമത്തായി നിന്നാൽ ചില സമയങ്ങളിൽ ഖുർആൻ ഓതി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കാരണം അതിന്റെ മൂല്യങ്ങളും ഗൗരവവും ആലോചിച്ച് കരച്ചിൽ സഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോകുന്നു. മഹാന്മാരങ്ങനെയാണല്ലോ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഖൽബാണ്. നിങ്ങൾ കേട്ടില്ലേ, ഫി ഖദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി മിൻ ബുകാഇ ഫി ഖദ്ദി ഫാറൂഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി മിൻ ബുകാഇ. ഖാലിഖായ റബ്ബിനോടുള്ള ഭക്തിപൂർണമായ മനസ്സാന്നിധ്യത്തിന്റെ കാഠിന്യത്തിന്റെ പേരിൽ കരഞ്ഞ് 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 കണ്ണുനീര് കവിൾത്തടത്തിലൂടെ ഒഴുകിയിട്ട് കറുത്ത 2 വര വന്നു പോയി. സിദ്ദീഖുൽ അക്ബറിന്റെ മുഖത്ത് കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ 2 പേരുടെയും മുഖത്ത് കാണാം. നമ്മുടെ അവസ്ഥ എന്താണ് സഹോദരന്മാരെ? നമുക്കിപ്പോ ഒന്ന് ഉറക്കൊഴിഞ്ഞുകൂടാല്ലേ? ഒരു 2 മണിക്കൂർ വാലിന്റെ സദസ്സിലിരിക്കാൻ പ്രയാസം. അപ്പോൾക്ക് ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, മുട്ടുവേദന, കാലുവേദന അല്ലേ? അതേ സ്ഥാനത്തൊരു ഗാനമേളയുടെ സദസ്സാണെങ്കിൽ, ഒരു കല്യാണ വീടാണെങ്കിൽ സ്വബൈന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ എന്തോടിയാലും നമുക്ക് പ്രശ്നമല്ല. മോനെ, നശിക്കുന്ന ശരീരത്തിന്റെ പരിഗണന വിട്ട്
നശിക്കാത്ത ആത്മാവിന്റെ പരിഗണന വരട്ടെ മനസ്സിൽ. അവിടെ നമ്മുടെ രോഗം രോഗമല്ല, നമ്മുടെ ക്ഷീണം ക്ഷീണമല്ല. 40 കൊല്ലം ഉറങ്ങാത്ത കൗസുല്ലാദമിനത്തിന് ക്ഷീണം പറയാനില്ല. അതേ ദിവസങ്ങളോളം പട്ടിണി കിടന്ന റസൂലുള്ളാഹിക്ക് ക്ഷീണം പറയാനില്ല. ദിവസങ്ങളോളം പട്ടിണി കിടന്ന സ്വഹാബത്തിന് ക്ഷീണം പറയാനില്ല. ആഖിറത്തിന്റെ കാര്യത്തിൽ ആത്മീയ വീര്യം ഉൾക്കൊണ്ട് സജ്ജന്മാരാ വിശുദ്ധ റമദാനിന്റെ 17ന്റെ പകലിൽ പട്ടിണി കിടന്ന് എരിപൊരി കൊള്ളുന്ന വെയില് പോലും വകവെക്കാതെ അർപ്പണബോധത്തോടെ പടവെട്ടിയ ശുഹദാക്കളിൽ വസൽ ഹുനൈന വസൽ ബദ്റം വസൽ ഉഹൂദ الواء تعذيبهم والحتف كيف جرى مولاي صلي وسلم للخلق كلهم. അതേ പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഘട്ടത്തിൽ പാറ പോലെ മല പോലെ പ്രവാചകന്റെ പിന്നിൽ ഉറച്ചു നിന്ന് ശരീരം വേണോ നബിയെ ശരീരം, അതേ പണം വേണോ നബിയെ പണം, എല്ലാം റബ്ബിന് വേണ്ടി അങ്ങയുടെ പിന്നിൽ സമർപ്പിക്കാൻ തയ്യാറെന്ന് പറഞ്ഞ് സജ്ജരായ യോദ്ധാക്കളുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ സഹാബത്തല്ലേ ബദരീങ്ങൾ. അതേ വിശുദ്ധ റമദാനിന്റെ 17 ദിവസക്കാലം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് പച്ചവെള്ളവും കാരക്കയും കൊണ്ട് നോമ്പ് തുറന്ന് കൃത്യമായ ഭക്ഷണത്തിന്റെ കഥ പറയാനില്ലാതെ ജീവിച്ച സഹാബത്ത് 17ന്റെ നോമ്പോടെയല്ലേ റബ്ബിന്റെ പൊരുത്തത്തിന് ജീവാർപ്പണം നടത്താൻ തയ്യാറായത്. മൂല്യത്തിന്റെ ശക്തി പഠിച്ചോ, ആത്മീയതയുടെ കടുപ്പം ബോധ്യപ്പെടണം കേട്ടോ. നമ്മളോ ഒരേലെത്തിയ പള്ളം അടച്ച് തിന്നാൻ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പം ബെസ്പ് കുടലിൽ നിന്ന് പോച്ചൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ബാലത്തിന് നടക്കുന്ന ഈ ചൂടിയല്ലേ, അല്ലെങ്കിൽ മുട്ടുവേദന, അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ബേജാറായിട്ടോ അസറായിൽ വരലെന്തായാലും ഉറപ്പ് തന്നെ. അള്ളാഹു നമ്മെ എല്ലാ രോഗങ്ങളും തൊട്ടും കാക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ചിന്താ മണ്ഡലത്തിനൊരു മാറ്റത്തിന്റെ തുടക്കം വരണം. അവിടെയാണ് നമുക്ക് മാറ്റം വരേണ്ടത്. നമ്മുടെ ചിന്തക്ക് മാറ്റം വരണം. ആ ചിന്തക്ക് മാറ്റമില്ലാതെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇബാദത്തിന്റെ വിഷയത്തിൽ കൃത്യനിഷ്ഠ വേണം. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് കേട്ടില്ലേ, സലാസത്തു അസ്വാത്തിൻ യുഹിബ്ബുഹല്ലാഹ്, 3 ശബ്ദങ്ങൾ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതിൽ ഒരു ശബ്ദത്തെ റസൂലുള്ളാഹി പഠിപ്പിച്ചത് നിങ്ങൾ കേട്ടില്ലേ, വസൗതുല്ലദീ യഖറഉൽ ഖുർആൻ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, വസൗതുല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവന്റെ ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ആ റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരൊച്ച പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ വരുന്ന ഒരു സദസ്സ് കണ്ടു, വല്ലാതെ ജനനിബിഡമായ ഒരു സദസ്സ്. ആരുടേതാണെന്ന് എനിക്കറിയില്ല. അവിടെ നോക്കിയപ്പോ എന്താണെന്നറിയോ, ഇശൽ നൈറ്റാണ്, ഗാനമേളയുടെ സദസ്സാൽ. മുസ്ലിം ചെറുപ്പക്കാരികൾ തടിച്ചുകൂടിയിരിക്കുന്നു. അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ ദീന് പറയുന്നൊരു സദസ്സ് വന്നാൽ നമ്മുടെ ചെറുപ്പക്കാരെ കാണുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവ്. ഞാൻ കുറ്റൂരിലുള്ള മാറി നിന്നുകൊണ്ട് ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്ന കരടിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരോട് പറയട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങളും വിഭാഗീയതയും മാറ്റിവെച്ച് റബ്ബിന്റെ ദീന് പഠിക്കാൻ തയ്യാറാകണം. ഇൽമിന്റെ മജ്‌ലിസുകളോട് സഹകരിക്കാൻ സാധിക്കണം. അവിടെ നമ്മൾ ഗ്രൂപ്പ് നോക്കാൻ നടക്കരുത്, സംഘടനയുടെ നിറം നോക്കാൻ നടക്കരുത്. അള്ളാഹുവിന്റെ ദീനാണെന്ന ബഹുമാനത്തോടെ കാണണം. അള്ളാഹു നമുക്ക് നല്ല ചിന്ത തരട്ടെ. ഖുർആൻ ഓതുന്ന കാര്യത്തിൽ നാം പിന്നിൽ, ദിക്റിന്റെയും സ്വലാത്തിന്റെയും കാര്യത്തിൽ പിന്നിലല്ലേ? അൽഹംദുലില്ലാഹ്, നമ്മുടെ സ്ഥാപനത്തിൽ സ്ഥിരമായി ദിക്ർ നടക്കുന്നു അല്ലേ? എത്ര പേരുണ്ട് കൃത്യമായി അതിൽ പങ്കെടുക്കുന്നവർ?
ആഴ്ചയിൽ ദിക്ർ നടക്കുന്ന സ്ഥലമുണ്ട്, മാസത്തിൽ ദിക്ർ നടക്കുന്ന സ്ഥലമുണ്ട്, സദസ്സുണ്ട്. എത്ര പേരുണ്ട് അതിൽ കൃത്യമായി പങ്കെടുക്കുന്നവർ? ഒന്നാലോചിക്കണം. സ്ഥാപനത്തിൽ ആഴ്ചക്കോ മാസത്തിലോ ദിക്ർ നടക്കുന്നു? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മാസത്തിൽ 2 സ്വലാത്തിന്റെ മജ്ലിസ്, ഒരു ബദർ മൗലിദിന്റെ സദസ്സും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരോട് ഞാൻ പറയട്ടെ, എൻ്റെ നാട്ടുകാരോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മുടെ ദുനിയാവിന് വേണ്ടി ചെലവഴിക്കുമ്പോ നമ്മുടെ ഈ പ്രദേശത്തുകാര് ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ സിസ്റ്റം വരട്ടെ. എൻ്റെ നാട്ടിൽ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ആഴ്ചയിലുള്ള 2 സ്വലാത്തിന്റെ ദിവസവും ഒരു ബദർ മൗലിദിന്റെ ദിവസവും, ആ സമയത്ത് ഞാൻ അന്നത്തെ ദിവസം ആ സമയത്ത് എനിക്കൊരു കല്യാണം വേണ്ട, ഒരു സൽക്കാരം വേണ്ട. അന്നത്തെ ദിവസത്തെ ആ സമയത്ത് ഞാൻ മറ്റൊന്നിനു പോകില്ല. ഞാൻ ആ സദസ്സ് തന്നെ ഉപയോഗപ്പെടുത്തുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം മക്കളെ. കാരണം അത് ആത്മാവിന് കൊടുക്കുന്ന വലിയ ബർക്കത്തുള്ള ഭക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ ബഹുമാനം പറഞ്ഞാൽ തീരൂല. എല്ലാ ഇബാദത്തുകൾക്കും നിയ്യത്ത് നിർബന്ധമാണല്ലോ. എന്നാൽ നിയ്യത്തില്ലാതെ തമാശക്ക് ചൊല്ലിയാൽ പോലും അല്ലാഹ് സ്വീകരിക്കുന്ന ഒരൊറ്റ വസ്തു, അത് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്താണ് കേട്ടോ. ഒരുത്തൻ തമാശക്ക് സ്വലാത്ത് ചൊല്ലിയാൽ മതി, കൂലിയുണ്ട് എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. കാരണം പടച്ചോനും റസൂലുള്ളയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ മഹാന്മാരിൽ ചിലർ അവർ ചെയ്യുന്ന ഇബാദത്ത് മുഴുവനും റസൂലുള്ളാഹിക്ക് വേണ്ടി നിയത്താക്കി ചെയ്തവർ എത്രയാണ്. ചില മഹാന്മാര് എന്ത് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ കൂലി ആർക്ക് നിയത്താക്കിയിട്ടാണ് അവർ ചെയ്യാറുള്ളത്? റസൂലുള്ളാഹിക്ക് വേണ്ടി. അപ്പൊ ചോദിച്ചു, അല്ല ഇതെന്താ ഒക്കെ റസൂലുള്ളാഹിക്ക് മദീനത്തേക്ക്? അപ്പൊ ആ മഹാന്മാര് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? എനിക്ക് വേണ്ടി ഞാൻ ചെയ്താൽ എൻ്റെ റബ്ബ് സ്വീകരിക്കുമോ ഇല്ലേ എനിക്ക് പറയാൻ പറ്റൂല. സ്വീകരിക്കുമെന്ന ഉറപ്പ് ഒറ്റ വിഷയത്തിലേ എനിക്കുള്ളൂ. റസൂലുള്ളാഹിക്ക് വേണ്ടി എന്ത് ചെയ്താലും സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ ചെയ്യുന്ന അമല് വെറുതെ പോകണ്ട, ഉള്ളത് മുഴുവനും റസൂലുള്ളാഹിക്കാകട്ടെ. ആ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിച്ച കാര്യം കൊണ്ട് എൻ്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തുമെന്ന കാര്യം എനിക്കുറപ്പാണ്. സുബ്ഹാനല്ലാഹ്. സാലിഹീങ്ങളുടെ നിയ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, സഹോദരന്മാര്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാര്, ഇൽമു പഠിക്കാനും അത്തരം ദിവസങ്ങളൊക്കെ വെറും സ്വലാത്ത് മാത്രമാകൂല. ഒരു 10 മിനിറ്റ് അല്ലാഹുവിന്റെ ദീനും പറയുമല്ലോ. അപ്പൊ പഠിക്കാനും പറ്റിയ സദസ്സാണ്, സ്വലാത്ത് ചൊല്ലാനും പറ്റിയ സദസ്സാണ്, ദുആ ചെയ്യാനും പറ്റിയ സദസ്സാണ്. സുബ്ഹാനല്ലാഹ്. ദുആ വലിയ ബഹുമാനമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ. ആരാധനയുടെ മുഖ്യ ഭാഗം തന്നെ ദുആ ആണ്. ദുആ ആണ് ആരാധനയുടെ വലിയ ഭാഗമെന്ന് റസൂലുള്ള പഠിപ്പിച്ചല്ലോ. മറ്റൊരു ഹദീസിൽ കാണാം, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ കയ്യിലേന്തുന്ന ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആയുധം അത് ദുആ ആണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ദുആഓട് നാം മടി കാണിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഖുർആൻ തന്നെ പഠിപ്പിച്ചല്ലോ. നിങ്ങളെ അല്ലാഹു പരിഗണിക്കുന്നതിന്റെ ഒരൊറ്റ കാരണം എന്താണെന്നറിയോ? അത് നിങ്ങളുടെ ദുആ ആണ് കേട്ടോ. നിങ്ങളെ ദുആ എങ്ങാനും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ അല്ലാഹ് നിങ്ങളെ പരിഗണിക്കൂല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ദുആ വലിയ സമ്പത്താണ്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, നീ എന്ന് റബ്ബിനോട് ചോദിക്കാൻ മടിക്കുന്നോ അന്ന് റബ്ബ് തരാൻ മടിക്കും. നീ എത്ര കണ്ട് റബ്ബിനോട് ചോദിക്കാൻ ആവേശം കാണിക്കുന്നോ അത്ര കണ്ട് നിനക്ക് തരാൻ റബ്ബിനിക്കും ആവേശമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്കിന്ന് നിക്കാരത്തിന്റെ ശേഷം പോലും ദുആർക്കാൻ കഴിയില്ല, സമയമില്ല. ചില മനുഷ്യന്മാർ അങ്ങനത്തെ ആളെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നിക്കാരത്തിന്റെ ശേഷം ദുആ ഇല്ല എന്ന് മസ്സലിയും പറഞ്ഞു കൊടുക്കുന്നു.
കാരണം അങ്ങനത്തെ 10 നമുക്ക് കിട്ടുമല്ലോ എന്നാണ് ഓല പ്രതീക്ഷ. അതുകൊണ്ട് നിസ്കാരത്തിനു ശേഷമുള്ള ദുആ, അതുപോലെ ദുആഇന്റെ സദസ്സുകൾ, ദുആഇന്റെ മജ്ലിസുകൾ, അതൊക്കെ കൃത്യമായി നാം ഉപയോഗപ്പെടുത്തണം. ദുആഇന്റെ മജ്ലിസ് വല്ലാതെ ഇജാബത്തുള്ള മജ്ലിസാണ്. മൗലിദിന്റെ മജ്ലിസ് വല്ലാതെ ബർക്കത്തുള്ള മജ്ലിസാണ്. സുബ്ഹാനല്ലാഹ്, എത്ര അത്ഭുതം എന്നറിയോ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷം നടന്ന റബീഉൽ അവ്വലുള്ള ദശദിന പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ എല്ലാ ദിവസവും ബാല് തുടങ്ങുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് റസൂലുള്ളാഹിന്റെ മൗലിദിലേറ്റാണ് തുടങ്ങുക. ഒരു ദിവസം ഞാൻ പ്രസംഗത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ്, അവിടുത്തെ മദ്ഹ്, അത് പറയുകയും പാടുകയും ചെയ്യുന്ന സദസ്സാണ് ഏറ്റവും കൂടുതൽ ഇജാബത്തിന്റെ സദസ്സ് എന്ന് ഞാൻ ഹദീസിന്റെയും ഖുർആനിന്റെയും പിൻബലത്തോടുകൂടെ ഞാൻ പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ്, ഒരു ജമാഅത്തെ ഇസ്ലാമി കുടുംബം 4ാമത്തെ ദിവസം സുന്നത്തി ജമാഅത്തിലേക്ക് തിരിച്ചു വന്നു. 2 മുജാഹിദിന്റെ പ്രവർത്തകന്മാർ സുന്നത്തി ജമാഅത്തിലേക്ക് തിരിച്ചു വന്നു. ആ മാറി വന്ന ജമാഅത്തെ ഇസ്ലാമി കുടുംബം, അവരുടെ മക്കൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിലാണ്. ആ മാറി വന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും നല്ല സ്ഥാപക നേതാവായിരുന്നു അദ്ദേഹം. ഏകദേശം 10-65 വയസ്സിൽ കൂടുതലുണ്ട്. ആ നാട്ടിൽ ഉണ്ടാക്കിയ ആളാ. അയാൾ ഇന്ന് 5 വക്ത് നിസ്കാരത്തിന് നിർവഹിക്കാൻ വരുന്നത് നമ്മുടെ സുന്നി മജ്ലിസ് സ്ഥാപനത്തിലുള്ള പള്ളിയിലേക്കാണ്. അദ്ദേഹത്തിന്റെ SLC പാസ്സായ മകൾ, അതുവരെയും ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ പഠിച്ച മകൾ, ഇപ്പോൾ പഠിക്കുന്നത് ഞങ്ങളുടെ വുമൺസ് കോളേജിലാണ്. ഇന്നലെ ഞാൻ വുമൺസ് കോളേജിൽ കുട്ടികൾ ഒരു ആശയ പഠന ക്ലാസ്സിന് ആവശ്യപ്പെട്ട് ഞാൻ പോയപ്പോൾ ഞാൻ ഖസീദത്ത് ബുർദാഇനെ പറ്റിയിട്ടുള്ളൊരു ക്ലാസ് എടുത്തു. ഞാൻ ബുർദ എല്ലാം തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ചൊല്ലിപ്പഠിക്കാൻ ആവേശപ്പാ മാറി വന്ന ആ പെൺകുട്ടിക്ക് അല്ലാഹു തആല ഹിദായത്ത് നമുക്ക് എല്ലാവർക്കും നിലനിർത്തി തരട്ടെ. ഒരൊറ്റ സുന്നി കുടുംബം തൊട്ട് തീണ്ടാനുണ്ടായിരുന്ന ആ നാട്ടിൽ ഇന്ന് അൽഹംദുലില്ലാഹ് 3 സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ പ്രവർത്തിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ നടക്കുന്നു. 80 വർഷത്തോളം അവരുടെ കയ്യിൽ കിടന്ന സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി അൽഹംദുലില്ലാഹ് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടി. തകർക്കപ്പെട്ട മഖബറകൾ മീസാൻ വെച്ച് അടയാളപ്പെടുത്തി. അൽഹംദുലില്ലാഹ്, ഇന്ന് 100 കണക്കിന് കുടുംബം സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്ന സന്തോഷം ആ പ്രദേശത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാം. ആ സദസ്സിൽ ഞാൻ ഈ പ്രഭാഷണം നടത്തിയപ്പോൾ വയല് കേൾക്കാൻ വേണ്ടി വന്ന സഹോദരിമാരുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരി, 3-4 വയസ്സ് പ്രായമായിട്ട് നടക്കാതെ വിഷമിക്കുന്ന ഒരു കുട്ടി, കുറേ ചികിത്സിച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ ആ സഹോദരി 313 റുപ്പിക റസൂലുള്ളാഹി തങ്ങളുടെ മജ്ലിസിലേക്ക്, സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കി കൊടുത്തയച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ബർക്കത്ത്, സുന്നത്തി ജമാഅത്തിന്റെ കറാമത്ത്. പിറ്റേന്ന് ആ കുട്ടി സദസ്സിലേക്ക് സുന്ദരമായി നടന്നു വന്നു. ആ കുട്ടിയുടെ അമ്മാവൻ കൊണ്ടുവന്ന് സ്റ്റേജിൽ കാണിച്ചു കൊടുത്തു. ആ കുട്ടി എൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കുട്ടി നടന്ന് കളിച്ചു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ആരുടെയും കഴിവല്ല, അല്ലാഹുവിന്റെ ദീനിന്റെ കറാമത്ത്, മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ബർക്കത്ത്, സ്വാലിഹീങ്ങളുടെ കറാമത്ത്, ദിക്റിന്റെയും ദുആഇന്റെയും ബർക്കത്ത് എത്രയാണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സംസാരിക്കാത്ത കുട്ടികൾ 5-8 കുട്ടികൾ അന്ന് ആ സദസ്സിലുണ്ടായിരുന്നു. അതിൽ അൽഹംദുലില്ലാഹ് 2-3 കുട്ടികൾ സംസാരിച്ച് കിട്ടി. ദുആഇന്റെ മജ്ലിസ്, അത് ആള് കുറേ ഉണ്ടോ കുറവാണെന്നല്ല, ദിക്റിന്റെയും ദുആഇന്റെയും മൗലിദിന്റെയും മജ്ലിസിന് ഒരു ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് നമ്മുടെ ബർക്കത്താണ്, നമ്മുടെ നാട്ടിന്റെ ബർക്കത്താണ്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ബർക്കത്താണ്. അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസീബത്ത് തട്ടിക്കളയാൻ കാരണമാണ്, നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ തട്ടിക്കളയാൻ കാരണമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വീടുകളിൽ ദിക്ർ മുഴങ്ങണം, നമ്മുടെ വീടുകളിൽ ഹദ്ദാദ് നടക്കണം, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. പഴയ കാലത്ത് എന്ത് സന്തോഷമായിരുന്നല്ലേ, മഗ്രിബിന്റെ സമയമാകുമ്പോൾ നമ്മുടെ കഴിഞ്ഞുപോയ വല്യമ്മമാര് വീട്ടിലുള്ള ചെറിയ മക്കളെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ലൊരു ചെടിയും കുപ്പായൊക്കെ ഇട്ടിട്ട് കൊലായിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് ആ മക്കൾ ഇങ്ങനെ പാടുന്നു, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് രസകരമായ ശൈലി അല്ലേ!
ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ബദ്ർ മൗലിദ് ചൊല്ലി പഠിച്ചില്ലേ? ഭക്ഷണം കഴിക്കാൻ വരുന്ന മുതഅല്ലിമ്, അതേ എല്ലാ വീട്ടിലും മാസത്തിൽ 17 ബദ്ർ മൗലൂദ് ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു വീട്ടുകാർക്ക്. ആ ഭക്ഷണം കഴിക്കാൻ വരുന്ന മുതഅല്ലിമിനോട് ഒന്നിച്ച് നമ്മുടെ പുരയിലുള്ള ചെറിയ കുട്ടികൾ ഇരുന്നിട്ട് ഇങ്ങനെ ചൊല്ലും, തവസ്സൽനാ ബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. തരപ്പാട് ആളുണ്ടായിട്ട് ഒച്ചല്ലാത്ത എന്താ? റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൽ വമിൻ ഉമ്മ ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ആ ചെറിയ മക്കൾ ഇങ്ങനെ ബദരീകളെ മുൻനിർത്തിയിട്ട് പറയുകയാണ്, പടച്ചോനെ ബദരീങ്ങളുടെ ഹക്കുകൊണ്ട് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണം, ഞങ്ങളുടെ നാട്ടിൽ നീ രക്ഷ നൽകണം, ഞങ്ങളുടെ കുടുംബത്തിന് നീ രക്ഷ നൽകണം. ആ മക്കൾ ആമീൻ പറയുന്നു. റബ്ബ് സ്വീകരിക്കാതിരിക്കില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മുടെ വീട്ടിൽ ആ ശബ്ദം മറഞ്ഞു പോയില്ലേ, അപ്രത്യക്ഷമായില്ലേ? അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ട് പലരും അത് അവഗണിച്ച് കളഞ്ഞില്ലേ? നമ്മുടെ വീട്ടിന്റെ ബറക്കത്ത് പോയി. പണ്ട് നമ്മൾ പുരന്റെ അവസ്ഥ എന്താ? 10 ആണുങ്ങൾ പുരയിലുണ്ടെങ്കിൽ 2 ആൾക്ക് പണിയുണ്ടാവും, 4 ആൾക്ക് ഒരു പണി ഉണ്ടാവില്ല. എന്നാലും നല്ല റാഹത്തുള്ള ജീവിത. അതും കൈക്കോട്ട് പണി, പൂള വീങ്ങലും, കപ്പ ഉണ്ടാക്കലും, അതുപോലെ തന്നെ വായക്കൊലുണ്ടാക്കലും, ഇതൊക്കെയാണ് പണി. എന്നാലും പുരയില് നല്ല ബർക്കത്താ. ഇന്ന് ഒരു പുരയിൽ 10 എണ്ണം ഉണ്ടെങ്കിൽ 12 ഗൾഫിലാ, പക്ഷേ അമ്പരപ്പ് ബാക്കിയാ അല്ലേ? അവസ്ഥ എങ്ങനെയല്ലേ? ഒരു പുരയിൽ 10 എണ്ണം ഉണ്ടെങ്കിൽ 12 എവിടെയുള്ളത്? ഗൾഫിൽ. എന്നാലും അമ്പരപ്പ് തീരൂല. ബാല് വെക്കാൻ വേണ്ടി സംഘാടകർ തീരുമാനിച്ചു. ആചാര്യത്തി പിരിവിന് പോയി. എത്താപ്പ ചെറിയോനെ കാട്ടുക, വല്ലാത്തൊരു വിഷമത്തിലപ്പം. കേട്ടാപ്പ ചിലപ്പോൾ തോന്നും പിരിച്ച പൈസയും കൂടെ മൂപ്പർക്ക് അങ്ങോട്ട് കൊടുത്താൽ എന്താ? കുറ്റൂർ അങ്ങനത്തെ ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ കൽപ്പക അബൂബക്കറാജിയൊക്കെ ഓർക്കുന്നത് അവിടെയാ. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. സുന്നി കൈരളിക്ക് മറക്കാൻ പറ്റാത്ത ആളാണ്. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു തആല സന്തോഷം കൊടുക്കുമാറാകട്ടെ. പാരമ്പര്യം നിലനിർത്താനുള്ള കഴിവ് ആ കുടുംബത്തിന് അള്ളാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ കുറ്റൂർ അബ്ദുറഹ്മാനാജി അബുദാബിയിൽ ഏത് സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി പോയാലും കയ്യറപ്പില്ലാതെ കൊടുക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹം കേൾക്കാൻ നമ്മുടെ മുന്നിലില്ലല്ലോ, പക്ഷേ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. ഏത് സ്ഥാപനം, ഏത് ആലിമ് പോയാലും കൈ അറപ്പില്ലാതെ കൊടുക്കുന്നൊരു പ്രകൃതിക്കാരനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നിർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ രോഗം അള്ളാഹു പരിപൂർണ ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു തആല ഖൈറും സന്തോഷവും നൽകുമാറാകട്ടെ. അങ്ങനെ കുറി അത് വലിയൊരു ഹല്ലാണ്. പണം ഉണ്ടാകുക എന്നുള്ള വലിയ ഹല്ലൊന്നുമല്ല. അത് എത്ര ആക്കുണ്ട്? ഇവിടെ ലോകത്ത് ഏറ്റവും വലിയ പണക്കാരനാരാ? മുസ്ലിമൊന്നുമല്ലല്ലോ തന്നെ, അല്ല. പക്ഷെ ഉള്ള പണം അതുകൊണ്ട് ദീനിന്റെ ഇസ്സത്ത് നിലനിർത്താൻ സാധിക്കുന്നവർ, പാവങ്ങളെ സഹായിക്കാൻ, ദീനിനെ സഹായിക്കാൻ, അർഹതപ്പെട്ടവരെ സഹായിക്കാൻ, സ്ഥാപനങ്ങളെ സഹായിക്കാൻ, അതിന് യോഗ്യതയാണ് വലിയ ഹല്ലു. ഇത് വേണ്ടാത്തതിന് കൊടുക്കാൻ ഭയങ്കര. ഒരു രാഷ്ട്രീയക്കാരൻ വന്നിട്ട് പിരിവിന് ചോദിച്ചാൽ അവൻ 500 വിചാരിച്ചാൽ എന്നാൽ 5000 കെട്ടേ കൊടുക്കൂ. എന്നാൽ ഒരു ദീനിന്റെ പ്രവർത്തനത്തിനും ഒരു 5000 ചെന്ന് വിചാരിച്ചാൽ അമ്പരപ്പോടെ കൂടെ 250 പിന്നെ കൊടുക്കുക. ആഖിറത്തിൽ കിട്ടുന്ന 250, മറ്റേത് ഒരഡ്രസ്സും ഇല്ലാതെ പോവുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കുറെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് കാര്യമില്ല. കാത് നിറയെ കുറെ സ്വർണമുണ്ട്, കൈ നിറയെ കുറെ വളയും മോതിരവും ഉണ്ട്. ഇന്നത്തെ രാത്രി അസ്രായീൽ നിന്നെ തലോടി അങ്ങ് പോയാൽ ഒരു കാപ്പവന്റെ മോതിരം നിന്റെ ഖബറിലില്ല കേട്ടോ. ഒരു കാപ്പവൻ മോതിരം നിന്റെ ഖബറിൽ കൊണ്ടുപോകാൻ കഴിയില്ല. എന്ന് മാത്രമല്ല,
നിന്റെ മയ്യത്ത് മറവ് ചെയ്യുന്നത് വരെയാണ് നിന്റെ മക്കൾ കാത്തുകുത്തിരിക്കുന്നത്. പിന്നെ അടിപിടിയാണ്. അള്ളാഹു അത്തരം ഗതികേടിനെ തൊട്ട് നമ്മ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഏക്കറ കണക്കിന് ഭൂസത്തുണ്ടാക്കി വെച്ചത് കൊണ്ട് കാര്യമില്ല മോനെ. റബ്ബർ ഷീറ്റ് ഇങ്ങനെ അട്ടിക്ക് വെച്ചത് കൊണ്ട് കാര്യമില്ല. കാരണവന്മാരെ, ഇന്നങ്ങ് കണ്ണ് ചിമ്മിപ്പോയാൽ അതൊക്കെ അനന്തരാവകാശികളുടെ ഹല്ലാൽ. ഉണ്ടാക്കിയ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അനന്തരക്കാരുടെ സമ്മതമില്ലാതെ പറ്റൂല. അതുകൊണ്ട് ജീവിത കാലഘട്ടത്തിൽ തന്നെ ആഖിറത്തിന് വേണ്ടി ഉണ്ടാക്കിക്കോ. കണ്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മബെങ്ങന്മാരെ, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അതേ ദീനിന് വേണ്ടി പണം ആവശ്യമാകുന്ന സമയത്ത് അതാ അവര് റസൂൽ അങ്ങനെ സഹാബത്തിനോട് ചോദിക്കുന്നു. സഹാബത്ത് കയ്യും കണക്കുമില്ലാതെ കൊടുക്കുന്നു. ഒരു ദിവസം അല്ലാഹുവിൻ്റെ ഹബീബ് സംഭാവന ആവശ്യം വന്നപ്പോ സഹാബത്തിനോട് ചോദിക്കുന്നു. സഹാബത്ത് ഇങ്ങനെ കൈനിറയെ കൊണ്ടുപോയി കൊടുക്കുന്നു. കൊടുക്കുന്ന സഹാബത്തിനോട് റസൂലുള്ള തിരിച്ചു ചോദിക്കുന്നു, അല്ല ഹബീബേ, ഇനി നിങ്ങളുടെ വീട്ടിൽ എന്താണ് ബാക്കിയുള്ളത്? സഹാബത്തിൽ ചിലരുടെ മറുപടി, നബിയെ ഇത്ര തന്നെ ഇനിയും വീട്ടിലുണ്ട്. ചില സഹാബത്ത് പറയുന്നു ഇതിൻ്റെ ഇരട്ടി എൻ്റെ വീട്ടിലുണ്ട്. ചില സഹാബികൾ പറയുന്നു ഇതിൻ്റെ 1/3 എൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ ഇങ്ങനെ മറുപടി പറയുന്നു, കൊടുക്കുന്നു, പോകുന്നു. ആ കൂട്ടത്തിലതാ ഒരു വലിയ മഹാൽ ചുരുട്ടിപ്പിടിച്ച കയ്യോടെ വളരെ സങ്കടത്തോടെ നടന്നടുക്കുന്നു. ഇലാ ഹദറത്തി റസൂലില്ലാഹി. ആരാണ് ആ പോകുന്ന മനുഷ്യനെന്നറിയുമ്പോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പ്രഗത്ഭന്മാരിൽ 1-ാം നമ്പർ ബക്കരി വഅൽ ഉമരി വഅൽ അലി വഅൽ ഉസ്മാൻ ദിൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൽ അബദാ അലാ ഹബീബിക ഖൈർ للخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم. യജമാനനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഹബീബായ തങ്ങളുടെ ബറക്കത്തുള്ള സാന്നിധ്യത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. അവിടത്തെ മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നീ ഇട്ടു തരണേ അല്ലാ. ആശിഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അവിടത്തിലൂടെ ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാ. ഹബീബായ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 പ്രഗത്ഭന്മാരിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വളരെ ലജ്ജയോടെ ഒരു ചുരുട്ടിപ്പിടിച്ച കയ്യുമായി ഇങ്ങനെ സങ്കടത്തോടെ നടക്കുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പരിശുദ്ധമായ കൈ അതാ ഹബീബായ തങ്ങളുടെ ബറക്കത്തുള്ള കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, അല്ല സിദ്ദീഖുൽ അക്ബർ, ഇനി നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട്? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിടിപിടാ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കൊടുക്കുന്ന മറുപടി, എൻ്റെ വീട്ടിൽ ഇനി 2 വസ്തു ബാക്കിയുണ്ട്. റസൂലുള്ളാഹി ചോദിക്കുന്നു, ഏതാണ് ആ വസ്തുക്കൾ? അത് മറ്റൊന്നുമല്ല, അല്ലാഹു വറസൂലുഹു, എന്നെ പടച്ച എൻ്റെ അധിപനായ റബ്ബും
എന്റെ ഹബീബായ നേതാവായ തങ്ങളും ഈ രണ്ട് സമ്പത്താണ് ഇനി എന്റെ വീട്ടിൽ സൂക്ഷിപ്പുള്ളത്. എല്ലാം ഞാൻ തങ്ങൾ പറയുന്ന സമയത്ത് കൊടുത്തു തീർന്ന് അവസാനം എന്റെ വീട്ടിൽ ബാക്കിയുള്ളത് ഈ ഉണങ്ങിയ ഒരു കാരക്കയുടെ കഷ്ടമാണ്. ഞാൻ അതും കൂടെ തങ്ങളെ ഏൽപ്പിക്കുന്നു നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 3 ഘട്ടങ്ങളിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കാൻ ആഗ്രഹിച്ചു. 3 ഘട്ടങ്ങളിലും ഞാൻ പരാജയം സമ്മതിക്കേണ്ടി വന്നു. നമ്മുടെ അവസ്ഥ എന്താണ്? അനാവശ്യങ്ങൾക്ക് വേണ്ടി വാരി വലിച്ചെറിയാൻ തയ്യാറാണ്, ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറല്ല. മോനെ, റബ്ബ് പൊരുത്തപ്പെട്ടതിന് വേണ്ടി ചെലവഴിച്ചോ, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തോ, അനാഥകൾക്ക് വേണ്ടി കൊടുത്തോ, അഗതികളെ സഹായിച്ചോ, മുതഅല്ലിമീങ്ങളെ സ്വീകരിച്ചോ, ആലിമീങ്ങളെ സ്നേഹിച്ചോ, സയ്യിദന്മാരെ ആദരിച്ചോ, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചോ. അതാണ് ആഖിറത്തിന്റെ മോക്ഷത്തിന് ആവശ്യം, അതാണ് ആത്മീയതയുടെ രക്ഷയ്ക്ക് ആവശ്യം. ആ രീതിയിൽ ഉയർന്ന് ചിന്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളോട് അവസാനമായി ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ജീവിത രക്ഷയ്ക്കാവശ്യമായ അഭിവാജ്യമായ ഏറ്റവും വലിയ ഘടകമാണ് മഹബ്ബത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കണം, അല്ലാഹുവിൻ്റെ ഹബീബിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ആ ഹബീബിനോട് സ്നേഹമുണ്ടായാൽ മാത്രമേ ആ ഹബീബ് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ഹബീബിന്റെ ഇഷ്ടം നമ്മുടെ ഖൽബിലില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഹബീബ് ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ കഴിയാത്തത്. അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വന്തം നഫ്സിനേക്കാൾ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ കണ്ടില്ലേ, സ്നേഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് ദുന്യവിയായ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച എത്ര മഹാന്മാർ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദറത്തിൽ അതാ ഒരു സ്വഹാബി വര്യൻ കടന്നു വരുന്നു. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാർ ഒന്ന് പതുക്കെ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കുന്ന സഹോദരന്മാർ മുന്നിൽ ഒഴിവുള്ള കസേരയിലേക്ക് കയറിയിരിക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് സന്തോഷത്തിലാക്കി തരട്ടെ, ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. അവരവരുടെ മുന്നിൽ ഒഴിവുള്ള ചെയറിലേക്ക് കയറിയിരുന്നു സദസ്സ് അതേ ഒരു സന്തോഷമുള്ള സദസ്സാക്കി മാറ്റണം. അല്ലാഹു നമുക്ക് ഈ സദസ്സ് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ഇനി നടക്കാൻ പോകുന്നത് ദിക്റും ദുആഉമാണ്, സ്വലാത്തും ദുആഉമാണ്. അത് കഴിഞ്ഞ് മാത്രമേ എല്ലാവരും പിരിയാവൂ. ഞാൻ ബർക്കത്തിന് വേണ്ടി ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എത്രത്തോളം പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചതല്ല, കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അല്ലാഹു തആല ഹബീബിൻ്റെ ഹക്ക് കൊണ്ട് സാധിപ്പിച്ചു എന്ന് മാത്രം അല്ലാഹു തൗഫീഖ് നിലനിർത്തി തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സാന്നിധ്യത്തിൽ ഒരാഖതൻ കടന്നു വരികയാണ്. മൂല്യന്മാരക്കളിരുന്നോളി സദസ്സിൽ വയസ്സായ ആളൊക്കെ നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ട് നിൽക്കുന്നതല്ല, റസൂലുള്ളാഹിനെ ആ ഒരു തബറുക്കിന് വേണ്ടി നിൽക്കുകയാണ്. സയ്യിദന്മാരും വയസ്സന്മാരൊക്കെയുള്ള സദസ്സാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുന്നിൽ ഒരു സ്വഹാബി കടന്നു വന്നു. ഈ സ്വഹാബി കാര്യമായിട്ടൊരു വിഷയം പറയാൻ വേണ്ടി വന്നതാ. എന്താ മൂപ്പർക്ക് സമർപ്പിക്കാനുള്ള വിഷയം എന്നറിയോ? ഇന്നി ഉഹിബ്ബുക ഫില്ലാഹി യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിന്റെ പേരിൽ നല്ല ഒച്ചത്തിൽ സ്വലാത്തിൽ പഠിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ ശബ്ദം ആവേശമായി മാറണം. ആ സ്വലാത്തിന്റെ ശബ്ദം കേൾക്കുന്ന അകലങ്ങളിലുള്ള സർവ വസ്തുക്കളും നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പേരിൽ നല്ല ശബ്ദത്തിൽ സ്വലാത്തില്ലാൻ കഴിയണം. അതിന് അലസത കാണിക്കാൻ പാടില്ല. നമുക്ക് റസൂലുള്ളാഹിക്ക് വേണ്ടി ഒച്ചയില്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒച്ച? സിന്ദാബാദ് വിളിക്കാനോ?
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ കടന്നു വന്ന സ്വഹാബി വര്യൻ പറയുന്നു, നബിയേ, ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും കുടുംബത്തെക്കാളും എൻ്റെ നഫ്സിനേക്കാളും അങ്ങയെ ഞാൻ സ്നേഹിച്ചവനാണ്. അദ്ദേഹത്തിന്റെ വിശദീകരണം തീരുന്നില്ല. അവിടെയല്ല പ്രവാചകരെ എൻ്റെ പ്രശ്നം, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ അങ്ങയെ സ്നേഹിച്ച് എൻ്റെ കൽബ് മുഴുവനും തങ്ങളാൽ, എൻ്റെ കൽബ് മുഴുവനും നബിയെ അങ്ങയാൽ. എനിക്ക് നേരെ ഒന്നുറങ്ങാൻ വയ്യ, എനിക്ക് അങ്ങയുടെ ഹദ്റത്തിൽ നിന്ന് മാറി നിൽക്കാൻ വയ്യ. ഞാൻ കാണുന്നതും തങ്ങൾ, കേൾക്കുന്നതും തങ്ങൾ, ഓർമ്മ മുഴുവനും തങ്ങൾ തന്നെ. ആ രീതിയിൽ അങ്ങ് സ്നേഹിച്ച എനിക്ക് ദിവസത്തിൽ ഒരല്പസമയമെങ്കിലും ഇതുപോലെ വന്ന് അങ്ങയുടെ മുഖമൊന്ന് നോക്കിയിരുന്നാലല്ലാതെ സമാധാനം കിട്ടാനില്ല. അവിടെയുമല്ല നബിയേ എൻ്റെ പ്രശ്നം, ഞാൻ അങ്ങയെ ഇത്രത്തോളം സ്നേഹിച്ചെങ്കിലും സ്നേഹിച്ച ഞാനും സ്നേഹിക്കപ്പെട്ട ഹബീബായ തങ്ങളും രണ്ടാളും മരിക്കാതെ നിർവാഹമില്ലല്ലോ നബിയേ. സ്നേഹിച്ച ഞാനും മരിക്കണം, സ്നേഹിക്കപ്പെട്ട തങ്ങളും മരിക്കും. അവിടെയും എൻ്റെ പ്രശ്നം തീരുന്നില്ല നബിയേ. അങ്ങ് വഫാത്തിന് ശേഷം സ്വർഗത്തിലാണെന്നുറപ്പ് പോരാ, സ്വർഗത്തിന്റെ അഅ്ലാ ദറജയിലാണ്, ഉയർന്ന സ്ഥലത്താൽ. അങ്ങ് ഇത്രത്തോളം സ്നേഹിച്ച് സമാധാനം കിട്ടാതെ മാറിയ വിനീതൻ എനിക്ക് സ്വർഗം കിട്ടുമെന്നുറപ്പില്ലല്ലോ നബിയേ. ഇനി അഥവാ ഞാൻ അവന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് സ്വർഗം തന്നു എന്ന് വെച്ചാൽ തന്നെ ഞാൻ സ്വർഗത്തിന്റെ താഴെ മൂലയിൽ എവിടെയെങ്കിലും അങ്ങ് മേലെ ഉയർന്ന സ്ഥാനത്തു നിൽക്കുമ്പോൾ ദുനിയാവിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും കാണാൻ കഴിയാതെ, സങ്കടം പിടിച്ചു നിർത്താൻ കഴിയാതെ സഹികെട്ട ഞാൻ സ്വർഗലോകത്ത് തങ്ങൾ ഉയർന്ന ദർജയിലും ഞാൻ താഴെ തട്ടിലും ഇരിക്കുമ്പോ എനിക്ക് തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ നബിയേ. സുബ്ഹാന ജല്ല ജലാലുഹു. ആ സ്വഹാബിന്റെ സങ്കടം നിങ്ങൾ ആലോചിച്ചു. സ്വർഗം കിട്ടാത്തത് മാത്രമല്ല പ്രശ്നം, സ്വർഗത്തിൽ താഴെയും ഹബീബ് മേലെയും ഇരിക്കുമ്പോ എനിക്ക് തങ്ങളെ കാണാൻ കഴിയൂലല്ലോ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബി വര്യന്റെ സങ്കട കണ്ണീര് കണ്ടിട്ട് ഒരക്ഷരം മറുപടി പറയാതെ ഇരിക്കുകയാണ്. അതാ അല്പസമയം കഴിഞ്ഞപ്പോ ആ മഹത്തായ ഹദ്റത്തിലേക്ക് ഇറങ്ങി വരുന്നു നസലൽ അമീൽ മുഖറബുൽ അംലാക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, മനസ്സ് മുഴുവനും അങ്ങേ ഏറ്റെടുത്തിട്ട് തളർന്ന മനസ്സായി മാറിയ ആ പ്രവാചക പ്രേമിയുടെ സങ്കടക്കണ്ണീര് തങ്ങൾ കാണുന്നില്ലേ? ആ സ്വഹാബിയുടെ മനസ്സ് സന്തോഷിപ്പിക്കാൻ പടച്ച റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു. ഇതാ റബ്ബിന്റെ ഓർഡർ തങ്ങളെ ഏൽപ്പിക്കുന്നു. തങ്ങൾ ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഈ
ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, ഇതൊന്നാ മനുഷ്യന് വിശദീകരിച്ച് അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കണം. ഫദഅഹുൽ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സഹാബി വര്യനെ റസൂലുള്ളാഹി വിളിച്ചടുത്തിരുത്തിയിട്ട് പറയുന്നു, ഹബീബേ, ഇതാ റബ്ബ് നിങ്ങൾക്ക് സന്തോഷം നൽകിയിരിക്കുന്നു. ജീവിതകാലത്ത് നിങ്ങൾ ആരുടെ പക്ഷത്തു നിന്നാണോ ജീവിച്ചത് അവരെ കൂടെ തന്നെയാണ് സ്വർഗത്തിലും ഇടം എന്നുള്ള സന്തോഷം അല്ലാഹു അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ആശ്വസിച്ചോ, കരച്ചിൽ നിർത്തിക്കോ. പക്ഷേ ഈ സഹാബി വര്യന്റെ കരച്ചിൽ കടുപ്പം കൂടി. ഉടൻ തന്നെ ഈ സഹാബി വര്യൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഫറഫഅ യദൈഹി. ആ സഹാബി വര്യൻ തന്റെ ബർക്കത്തുള്ള രണ്ട് കൈയും അല്ലാഹുവിലേക്ക് ഉയർത്തി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, റബ്ബേ, അമലില്ലാത്ത ഇൽമില്ലാത്ത ഈ വിരീതൽ ഒരൽപ്പം ശുദ്ധിയോടെ ഹബീബിന്റെ മുഖം നോക്കി ബർക്കത്തെടുത്തത് കൊണ്ട് ആ ഹബീബിന്റെ ചാരത്ത് തന്നെ സ്വർഗത്തിൽ ഒരിടം തരാമെന്നെന്റെ റബ്ബ് പറഞ്ഞെങ്കിൽ, ഓ വല്ലാത്തൊരനുഗ്രഹം തന്നെ. ഈ അനുഗ്രഹം എനിക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. എന്റെ ഈ കണ്ണുകൊണ്ടൊരു ഞാനൊരു ഹറാബിലേക്ക് നോക്കിപ്പോയാൽ, ദുന്യവിയായൊരു സന്തോഷത്തിലേക്ക് നോക്കിപ്പോയാൽ, അതിന്റെ കാരണം കൊണ്ട് എനിക്ക് ഈ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുമല്ലോ. രണ്ട് കൈയും ഉയർത്തി ആ സഹാബി ദുആ ചെയ്യുന്നു, റബ്ബേ, നിന്റെ ഹബീബിനെ നോക്കി ബർക്കത്തെടുത്ത ഈ കണ്ണിന്റെ ബർക്കത്ത് ഇനി ദുനിയാവിൽ വെച്ച് നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് റബ്ബേ, ഞാനിനി എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ഭാര്യയെ എനിക്ക് കാണേണ്ടതില്ല, എൻ്റെ മക്കളെ എനിക്ക് കാണണമെന്നില്ല, ദുനിയാവിന്റെ സുഖം കാണണമെന്നില്ല. എനിക്കെന്റെ ഈ കണ്ണുകൊണ്ടൊരു നാളെ സ്വർഗലോകത്ത് വെച്ച് എന്റെ ഹബീബിന്റെ ബർക്കത്തുള്ള മുഖം കണ്ടാൽ മതി. അതുകൊണ്ട് എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ച ഈ സമയത്ത് തന്നെ നീ തിരിച്ചെടുക്കണേ അല്ലാ. ഫഅമിയ മകാനഹു. ആ സ്പോട്ടിൽ തന്നെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോയി. ഓ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, പ്രവാചക പ്രേമികളുടെ പ്രവാചക പ്രേമത്തിന്റെ കാഠിന്യം ഓർക്കുക. ഈ മഹത്തായ പ്രഭാഷണ വേദിയുടെ സംഭാവനയായി സ്വീകരിക്കുക. ഇല്ല, എന്റെ ഹബീബ് ഓർക്കാത്ത ഖൽബ് എനിക്ക് വേണ്ട, എന്റെ ഹബീബിനെ ചിന്തിക്കാത്ത മനസ്സെനിക്ക് വേണ്ട, എന്റെ ഹബീബ് ഇഷ്ടപ്പെടാത്തൊരു പ്രവർത്തനം എനിക്ക് വേണ്ട. അതുകൊണ്ട് എന്ന് മുതൽ ഞാൻ എന്റെ ഹബീബിന്റെ പക്ഷത്ത് തന്നെ തീരുമാനിച്ചിട്ടല്ലാതെ പിരിയരുത് കേട്ടോ. അല്ലാഹു ആ രീതിയിൽ ഉപകരിക്കുന്ന സദസ്സായി നമ്മുടെ സദസ്സിനെ റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു.